ഓഡിയോ റെഡി, ഓഡിയോ ടെസ്റ്റ് ചെയ്ത കേൾക്കാമല്ലോ അല്ലേ? എനിക്ക് കേൾക്കാം. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, കേൾക്കാം. അപ്പൊ ഞാൻ 2 വാക്ക് പറഞ്ഞോട്ടെ. ഓ, പിന്നെതാ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് പോരാടം, നാളെ കഴിഞ്ഞാൽ മലയാളിയുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണം എത്തുകയായി. എല്ലാ വർഷത്തെയും പോലെ മനസ്സ് തുറന്ന് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത, മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും. പക്ഷേ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നമുക്ക് തരണം ചെയ്തേ മതിയാവും. എന്തായാലും ഇങ്ങനെ ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ആൾക്കാരെ കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് കഴിയും എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിലെ 6ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന്. ഞങ്ങൾ നേരത്തെ ചെയ്ത ആദ്യം തുടങ്ങിയ ഫ്രാൻസിസ് ടി മാവേലിക്കര, അത് കഴിഞ്ഞ് ഡോക്ടർ വി പി ഗംഗാധരൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയരാജ് വാര്യർ, പിന്നീട് ഡോക്ടർ ദീപ്തി ഓംജേരി ബല്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഡാനിഷ്, അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ആണ്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഒരു സംഗീത സംഘടനയാണെങ്കിലും നമ്മൾ ധാരാളം വൈവിധ്യമുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ആ പേരുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരനും കവിയും പ്രഗത്ഭ വാഗ്മിയുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ പൊന്നാനി താലൂക്കിലെ ആലംകോട്ടുകാരനാണ്. വാണിജ്യശാസ്ത്രത്തിൽ ബിരുദധാരിയായ അദ്ദേഹം കേരള ഗ്രാമീൺ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഞങ്ങളെ ഇതിനകത്ത് കൂടുതലും ബാങ്കുകാരാണുള്ളത്. അപ്പം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ചെറുപ്പം മുതലേ സാഹിത്യ വിഷയങ്ങളോടും കവിതകളോടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി. ബാങ്കിൻ്റെ 4 ചുവരുകൾക്കുള്ളിലെ ഊഷരമായ ഇടപാടുകളിൽ ആണ്ടുകിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സും ചിന്തയും ഉർവരതയുള്ള സർഗാത്മക പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് സാഹിത്യരംഗത്തായിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ കവിതകളും ലേഖനങ്ങളും എഴുതിയിരുന്നു. ലീലാകൃഷ്ണൻ ആദ്യം പൊതുവേദിയിലെത്തിയത് കഥാപ്രസംഗ കഥയിലൂടെയാണെന്നുള്ളത് വളരെ രസകരമായ ഒരു അറിവാണ്. 1993 പ്രസിദ്ധീകരിച്ച നിളയുടെ തീരങ്ങളിലൂടെ എന്ന സാംസ്കാരിക പഠന ഗ്രന്ഥം പിന്നീട് ദൂരദർശൻ പരമ്പരയാക്കിയിട്ടുണ്ട്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠനാത്മക യാത്രകൾ നടത്തിയിട്ടുള്ള അദ്ദേഹം ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകൻ കൂടിയാണ്. ആനുകാലികങ്ങളിൽ കവിതകളും ലേഖനങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏകാന്തം എന്ന സിനിമയ്ക്കും മറ്റേതാനും ചിത്രങ്ങൾക്കും കഥയും തിരക്കഥയും ഗാനവും എഴുതിയിട്ടുണ്ട്. കൈരളി TV സംപ്രേഷണം ചെയ്ത മാമ്പഴം എന്ന കവിതാലാപന റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇത്ര ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ കാമ്പ് മറ്റുള്ളവരുടെ മുന്നിൽ ഭാവാത്മകമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരാൾ ഇന്ന് കേരളത്തിലുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ അനർഗളമായ വാഗ്ധോരണി, പാടാനുള്ള കഴിവ്, വാക്കുകൾ ഉപയോഗിക്കുന്നതിലെ സൗന്ദര്യം, ഇതെല്ലാം ഈ പ്രതിഭയുടെ പ്രത്യേകതകളാണ്. പാട്ടുകളുടെ തോഴൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇദ്ദേഹത്തിൻ്റെ 1-2 പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്നെ വളരെയധികം സ്വാധീനിക്കുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധനാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏകാന്തം, വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ, നിളയുടെ തീരങ്ങളിലൂടെ, പിയുടെ പ്രണയപാപങ്ങൾ, താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം മുതലായവയാണ്. ഇന്ന് ശ്രീ ലീലാകൃഷ്ണൻ സംസാരിക്കുന്നത് വയലാർ എന്ന ഗാനവസന്തത്തെക്കുറിച്ചാണ്. ഏഴാച്ചേരിയുടെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, മലയാളിയുടെ ചലച്ചിത്ര ആസ്വാദന സാനുവിൽ, മലയാളിയുടെ ചലച്ചിത്ര ഗാനാലാപന സാനുവിൽ അടിമുടി പൂത്തുറഞ്ഞു നിൽക്കുന്ന ഒരു നീലക്കടമ്പാണ് വയലാർ. അതുകൊണ്ട് തന്നെ നാം അദ്ദേഹത്തെ ഗാനചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു നല്ല ഗാനരചയിതാവിന് നല്ല കവിയാകുവാനും കഴിയുമെന്ന് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മികച്ച കവികൾക്ക് മികച്ച ഗാനരചയിതാവ് ആകാനൊക്കും എന്നതിനെ ONV ഒഴിവാക്കിയാൽ മറ്റുദാഹരണങ്ങളില്ല. ജി ശങ്കരക്കുറുപ്പും മറ്റും ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ രംഗത്ത് മികച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ ഓണക്കാലത്ത് നമ്മെ നമ്മുടെ യൗവനകാലത്തേക്ക്, കാലത്തിൻ്റെ ഗ്രഹാതുര സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇന്നത്തെ ഈ പ്രഭാഷണം കഴിയും എന്ന വിശ്വാസത്തോടെ, ഏറെ സ്നേഹത്തോടുകൂടി, അതിലേറെ ആദരവോടുകൂടി ശ്രീ ലീലാകൃഷ്ണന് ഈ സദസ്സിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ താങ്കളുടെ അറിവിലേക്കായിട്ട് നമ്മൾ ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
പ്രധാനമായിട്ടും ശ്രീരഞ്ജിനി മ്യൂസിക് ക്ലബ്ബ് കമുകറ ഫൗണ്ടേഷന്റെ കീഴിൽ രൂപീകൃതമായ ഒരു മ്യൂസിക് ക്ലബ്ബാണ്. ഞാൻ ഡീറ്റെയിൽസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ ഗാനങ്ങൾ ശരിക്കും ശുദ്ധ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ് ഉള്ള കുറേ ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൂടാതെ SBTയിലെ ഓഫീസർമാർ, റിട്ടയർ ചെയ്ത ഓഫീസർമാരുടെ സംഘടന, റിട്ടയർ ചെയ്തും സർവീസ് ചെയ്യുന്നവരുടെ ഓഫീസർമാരുടെ ഒരു സംഘടന SBT ഓർമ്മക്കൂടെ, അതിലെ സുഹൃത്തുക്കളുണ്ട് ധാരാളം പേര്. ഇവരെല്ലാവരും കലയും സാഹിത്യവും ആസ്വദിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ശ്രീ ആലംകോട് ലീലാകൃഷ്ണൻ. നമസ്കാരം ശിവേട്ട, കേൾക്കാമല്ലോ അല്ലേ? ശബ്ദം കേൾക്കാമല്ലോ? കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും കമുകറ ഫൗണ്ടേഷനിലെയും ശ്രീരഞ്ജിനി സംഗീത സഭയിലെയും SBT ഓഫീസർമാരുടെയും റിട്ടയർ ചെയ്തവരുടെയും സംഘടന, അതെല്ലാം പെട്ട എല്ലാ സുമനസ്സുകളായ സംഗീതാസ്വാദകർക്കും സഹൃദയർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കമുകറ പുരുഷോത്തമൻ എന്ന അതുല്യനായ ഗായകൻ എന്റെയൊക്കെ ബാല്യകാലത്ത് എന്നെ വളരെ സ്വാധീനിച്ചൊരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ആത്മവിദ്യാലയമായ പോലുള്ള ഈശ്വര ചിന്തയിതൊന്നേ പോലുള്ള പാട്ടുകൾ മലയാളിയുടെ ആത്മീയ സംസ്കാരം രൂപീകരിച്ചു കൊടുക്കുന്നതിലും മലയാളിക്ക് ക്ലാസിക്കൽ സംഗീതത്തിന്റെ ഒരു ശീലം ഉണ്ടാക്കി കൊടുക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ച പാട്ടുകളാണ്. ഒരു കാലത്ത് കമുകറ ഉണ്ടാക്കിയെടുത്ത ഒരു ഭാവപ്രപഞ്ചം. യേശുദാസ് വരുന്നതിന് മുമ്പ് കമുകറയായിരുന്നു പാട്ടുകളുടെ ഒരു ചക്രവർത്തിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ശേഷവും അദ്ദേഹം കുറെ കാലം പാടി. വയലാറിന് വേണ്ടി അധികം പാട്ടുകൾ പാടിയിട്ടില്ലെന്ന് തോന്നുന്നു. വയലാറിന്റെ ഓർമ്മയിലുള്ളത് ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി, അക്കരയ്ക്കോ ഇക്കരയ്ക്കോ പൊന്മുകിൽ ഓണപ്പായ നിർത്തിയ പൊന്നും തോണി എന്നുള്ള പാട്ടാണ്. കനകത്തോണിപ്പടിയിലിരിക്കണ കറുത്ത പെണ്ണെ, നീ എന്നെപ്പോലൊരു അനാഥ പെൺകുടിയല്ലെന്ന് ആര് പറഞ്ഞു? കന്നിനിലാവിന് കളഞ്ഞു കിട്ടിയ കറുത്ത പെണ്ണെ, നീ അല്ലിപ്പൂവുകൾ നുള്ളി നടക്കുകയല്ലെന്ന് ആര് പറഞ്ഞു? അല്ല, വിറ്റ് നടക്കുകയല്ലെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ച പാട്ടാണത്. അപ്പൊ വയലാറിനെ കുറിച്ച് പറഞ്ഞു വന്നാൽ എവിടെ തൊട്ടാലും കവിതയും സംഗീതവും തുളുമ്പുന്ന ഒരു മഹാഗാന സംസ്കാരത്തിന്റെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. 43ഓളം വർഷമായി വയലാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന പ്രണയ മനോഹര തീരങ്ങളിൽ നിന്ന് സ്നേഹിച്ച് കൊതിതീരാതെയും ജീവിച്ച് മതിയാവാതെയും വയലാർ എന്ന ഗന്ധർവ കവി മടങ്ങിപ്പോയിട്ട് 4.5 പതിറ്റാണ്ടോളം ആയെങ്കിലും വയലാർ മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും മടങ്ങിപ്പോയിട്ടില്ല. കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യാൻ വരുന്നുണ്ട് എന്നും വയലാർ. മഴയില്ലാത്തപ്പോഴും മഴയുള്ളപ്പോഴും വർഷമായും വസന്തമായും ഗ്രീഷ്മമായും ശരത്തായും ശിശിരമായും ഹേമന്തമായും ഈ ഷഡ്ഋതുക്കൾ മാത്രമല്ല, പേരറിയാത്ത അനേകം ഋതുക്കളായും അതൊക്കെ ചേർന്ന വയലാർ രാമവർമ്മ എന്ന ഒരു ഋതുവായും വയലാർ നമ്മുടെ കൂടെ ഉണ്ട്. വയലാറിന്റെ കവിത പോരാട്ടത്തിന്റെയും കാൽപ്പനികതയുടെയും വസന്തം വിരിയിച്ച കവിതയാണ്. ഞാൻ കവിതയെക്കുറിച്ച് അധികം പറയുന്നില്ല. വയലാറിലെ പാടത്തും ചെളിയിലും ചോര പുരണ്ട കാലത്താണ് വയലാർ രാമവർമ്മ ജനിച്ചത്. കൈലേന്തിയ കൊടിക്ക് ആളുകൾ ചോര കൊണ്ട് നിറം പകർന്ന കാലമായിരുന്നു. അതുകൊണ്ട് വയലാറിന് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുണ അന്നേ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതിന്റെ തടവുകാരനായില്ല വയലാർ. വയലാർ പുരാണേതിഹാസങ്ങളെ, വേദപുരാണങ്ങളെ, ഉപനിഷത്തുക്കളെ, മറ്റനേകം വിജ്ഞാനങ്ങളെ, ഒപ്പം മാർക്സിസത്തെ, ഗാന്ധിസത്തെ, പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ ആ വിജ്ഞാനങ്ങളെയൊക്കെ ഗാനകാവ്യ സംസ്കാരത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അത് ചെറിയ കാര്യമല്ല. ഒരു ജ്ഞാനത്തെ സംഗീതത്തിലേക്കും കവിതയിലേക്കും പരിഭാഷപ്പെടുത്തുക എന്ന വലിയ ദൗത്യം വയലാർ നിർവഹിച്ചു. എന്തുകൊണ്ട് വയലാർ? വേറെയും കുറെ ആളുകൾ പാട്ട് എഴുതിയല്ലോ. എന്തുകൊണ്ട് വയലാർ എന്ന് ചോദിച്ചാൽ, വയലാർ സ്പർശിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ 44 നദികളും നിറഞ്ഞൊഴുകിയ കാലത്താണ് വയലാർ എഴുതിയിരുന്നത്. നമ്മുടെ കായൽപ്പരപ്പുകളൊക്കെ സംഗീത സാന്ദ്രമായിരുന്ന കാലത്താണ്. വൈക്കം കായലിൽ ഓളം തല്ലുമ്പോൾ എന്ന് കവിത തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വയൽപ്പരപ്പുകൾ മുഴുവൻ ഹരിതാഭമായിരുന്ന കാലമാണ്. നമ്മുടെ ഋതുക്കൾ നമുക്ക് തൊട്ടറിയാൻ പറ്റിയിരുന്ന കാലമാണ്. ആ കാലത്ത് വയലാറിൽ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ സംസ്കൃതം പഠിച്ച് പാരമ്പര്യത്തിന്റെ എല്ലാ ധാരകളിലൂടെയും സഞ്ചരിച്ച് പാരമ്പര്യത്തെ വിച്ഛേദിച്ച് ലോക സംസ്കാരത്തിന്റെ കളിത്തൊട്ടുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് എന്നെ ഈ ശതാബ്ദത്തിൻ തോളത്ത് കയ്യും വെച്ച് നിന്നെതിരേൽക്കാൻ ത്രികാലജ്ഞനാം ഭവാൻ വന്നു എന്നാണ് കേസരി എ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് വയലാർ എഴുതിയിരിക്കുന്നത്. എന്നെ ഈ ശതാബ്ദത്തിൻ തോളത്ത് കയ്യും വെച്ച് നിന്നെതിരേൽക്കാൻ
ത്രികാലജ്ഞനാം ഭവാൻ വന്നു. സയൻസും ശാസ്ത്രവും കവിതയും പുരാണങ്ങളും ഭക്തിയും വിശ്വാസവും ഒക്കെ ചേർന്ന സൗന്ദര്യത്തിന്റെ ഒരു കലർപ്പാണ് ബൈബിളും ഖുറാനും വേദവും ഉപനിഷത്തും ഈ പറയുന്നത് പോലെ തന്നെ മാർക്സ്യജ്ഞാനങ്ങളും ലോകത്തുണ്ടായ വിജ്ഞാനങ്ങളെയൊക്കെ അദ്ദേഹം തന്റെ കവിതയിൽ കോർത്ത് കെട്ടി. വയലാർ സ്പർശിക്കാത്തതായിട്ട് ഒന്നുമില്ല. കാളിദാസനെയും വാത്മീകിയെയും വ്യാസനെയും ഷെല്ലിയെയും കീറ്റ്സിനെയും ഷേക്സ്പിയറെയും വേർഡ്സ്വർത്തിനെയും എന്നല്ല, സോളമൻ തൊട്ട്, സോളമന്റെ ഗീതം ശലമോൻ എന്ന സോളമന്റെ ഗീതം ബൈബിളിലെ ഉത്തമ ഗീതം പഴയ നിയമത്തിലെയാണ്. വയലാറിന്റെ പല ഗാനങ്ങളിലും ഉത്തമഗീതമുണ്ട്. പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലർ ചൂടി ഈ വഴിയരികിൽ ഒരുങ്ങി നിൽക്കുമോരിടയ കന്യക ഞാൻ, ഇടയ കന്യക ഞാൻ. അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ 1000 ഇതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. ശരപ്പൊളി മുത്തുകൾ വാരിത്തൂകിയ ശരോണിലെ സന്ധ്യകളിൽ യെരൂശലേം കന്യക പോലെ ഒരുങ്ങി വന്നവളാണ് ഞാൻ. ഈ യെരൂശലേം കന്യക വരുന്നത് ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ പറയും, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന്, നമുക്ക് അധികാലത്ത് എഴുന്നേറ്റ് ഗ്രാമങ്ങളിൽ ചെന്ന് മാതളനാരകം പൂത്തിരുന്നോ എന്നും പൂത്തിരിക്കുന്നോ എന്നും മുന്തിരിവള്ളികൾ തളിർത്തിരിക്കുന്നോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രണയം തരും. യെരൂശലേം കന്യകമാരെ, ഞാൻ അവനെ ഓർത്ത് പ്രണയ പരവശയായിരിക്കുന്നുവെന്ന് അവനോട് ഉണർത്തേണമേ. ഇത് ബൈബിളിലെ പഴയ നിയമത്തിലെ ഈ യെരൂശലേം കന്യക വരുന്നത് ആ പഴയ നിയമത്തിൽ നിന്നാണ്. അപ്പൊ ഏതൊക്കെ കവിതയുടെ വഴികളുണ്ടോ അതൊക്കെ വയലാർ സ്വാംശീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ കാളിദാസനെയൊക്കെ ശരിക്കും മലയാള കവിതയിലേക്കല്ല പാട്ടിലേക്ക് പരിഭാഷപ്പെടുത്തി. ഞാൻ പലയിടത്തും പറയാറുണ്ട്, സ്ഥിതാക്ഷണം പക്ഷ്മസു താടിതാധര പയോധരേൽ സേത നിപാത ചൂർണിത വലിഷു തസ്യാ സ്ഖലിത പ്രപേതിരെ ചിരേണനാഭ്യം പ്രഥമോദ ബിന്ദവ. ഈ ശ്ലോകം അറിയാമല്ലോ. കാളിദാസന്റെ കുമാര സംഭവത്തിൽ പാർവതി തപസ് ചെയ്യുമ്പോൾ ആദ്യത്തെ മഴത്തുള്ളി പ്രഥമോദ ബിന്ദു പാർവതിയുടെ കൺപീലികളിൽ തങ്ങി അത് കവിളിലൂടെ ഒലിച്ചിറങ്ങി പുക്കിൾ കുഴി വരെ സഞ്ചരിക്കുന്ന അതിമനോഹരമായ ഒരു വർണ്ണന കാളിദാസൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. സ്ഥിതാക്ഷണം പക്ഷ്മസു, സ്ഥിതി ചെയ്തു, ക്ഷണം കുറച്ചു നേരം, പക്ഷ്മസു പക്ഷ്മത്തിന്മേൽ കൺപീലികളിൽ, അങ്ങനെയാണ് ആ സഞ്ചാരം. ഇത് ഒരു പാട്ടിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുക. ഭൂമിദേവി പുഷ്പിണിയായി എന്ന ഒരു സിനിമയിലാണ്. സ്ഥിതാക്ഷണം പക്ഷ്മസു, കൺപീലികളിൽ തങ്ങി, കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി, മാറിൽ തട്ടി തടഞ്ഞ് ചിതറി, മൃദുരോമങ്ങളിൽ ഇടറി, ഉക്കിൾ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ട് ശ്രീപാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി. പനി നീർമഴ, പൂമഴ, തേന്മഴ, മഴയിൽ കുതിരുന്നൊരഴകേ, നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കാളിദാസന്റെ ഒരു കാവ്യത്തിന്റെ പദാനുപത പരിഭാഷ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇതാണ് വയലാർ ചെയ്തത്. നമ്മെ ലോക കവിതയുമായിട്ട് ബന്ധപ്പെടുത്തി വിശ്വകവിതയുടെ എല്ലാ ഋതുക്കളുമായും ശരാശരി മലയാളിയെയും താഴെയുള്ള മലയാളിയും നിരക്ഷരനായ മലയാളിക്ക് വരെ ഒരു കവിതയുടെ സ്കെയിൽ ഉണ്ടാക്കി തന്നതിൽ വയലാറിന് വലിയ പങ്കുണ്ട്. കാളിദാസന്റെ എല്ലാ കാവ്യങ്ങളും ചേർത്ത് ഒരു ഒറ്റപ്പാട്ടുണ്ട്. കടൽപ്പാലം എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു, ഋതുദേവതയായി നൃത്തം വെച്ചു, മുനികന്യകയായി പൂജിച്ചു, ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു. അല്ലെ? നോക്കൂ, അതിലെല്ലാം ഉണ്ട്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക. അപ്പൊ ഉർവശി, വിക്രമോർവശീയം, മാളവിക, മാളവികാഗ്നിമിത്രം, 2 കാവ്യങ്ങളായേ. ഋതുദേവതയായി നൃത്തം വെച്ചു, ഋതുസംഹാരം എന്ന കാവ്യമായി. മുനികന്യകയായി പൂജിച്ചു,
മുനികന്യക അഭിജ്ഞാന ശാകുന്തളത്തിലെ മുനികന്യക. ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു കുമാരസംഭവത്തിലെ. ഇത് നോക്കൂ, ഇത് ഒരു 4-7 വരിയിൽ കാളിദാസന്റെ മുഴുവൻ കാവ്യങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. ഇതൊന്നും സാധാരണക്കാരന് മനസ്സിലായിട്ടല്ലെങ്കിൽ പോലും അവർക്കൊരു സ്കെയിലുണ്ടായി. മാനത്തെ വനജ്യോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ. ഈ വനജ്യോത്സ്ന എന്താന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ വനജ്യോത്സ്ന കാളിദാസന്റെ ആണെന്ന് പോലും അറിയാത്ത മനുഷ്യർക്ക് വനജ്യോത്സ്ന എന്നൊരു പദം ചിരപരിചിതമായി. ഇങ്ങനെയാണ് വയലാർ നമുക്കൊരു ഗാന സംസ്കാരം ഉണ്ടാക്കി തന്നത്. അത് ഏതെങ്കിലും ഒരു ധാരയല്ല. എത്രയോ ഉദാഹരണങ്ങൾ, ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്ന ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടെന്ന് കരുതിയാണ്. ആശാനെ, വള്ളത്തോളിനെ ഒന്നും വായിക്കാത്ത ആളുകൾക്ക് ആശാനെയും വള്ളത്തോളിനെയും പരിചയപ്പെടുത്തുന്ന എത്രയോ പാട്ടുകളുണ്ട്. വീണപൂവേ, കുമാരനാശാന്റെ വീണപൂവേ, വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ. ഇത് വീണപൂവ എന്ന കാവ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, അല്ലെ? വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ. അപ്പൊ വിരിഞ്ഞ പൂവും കൊഴിഞ്ഞ പൂവും, വീണപൂവിൽ നിന്ന് ഈ വിരിഞ്ഞ പൂവിനെയും കൊഴിഞ്ഞ പൂവിനെയും അതീവ ലാവണ്യത്തോടു കൂടി വയലാർ കാണിച്ചു തന്നു. കാവ്യകലയുടെ കമലപ്പൊയ്കകൾ കണി കണ്ടുണരുന്ന കവികൾ അനുഭൂതികളുടെ ഗോപസ്ത്രീകളെ ഒളികണ്ണെയ്യുകയായിരുന്ന കാലത്ത്, പുരികക്കൊടിയാൽ അവരുടെ മാറിൽ പൂവം പെയ്യുകയായിരുന്ന കാലത്ത്, പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യക ഒരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ. ഇല്ലേ, ഇത് ആശാനാണ്. ആശാന്റെ ഒരു കവിതയെ ആ ചരിത്ര സന്ദർഭത്തിൽ എടുത്തിട്ടാണ് പുന്നപ്രവയലാറിലേക്ക് കൊണ്ടുവരുന്നത്. പുന്നപ്രവയലാർ സമരത്തിലേക്ക് അത് ബന്ധിപ്പിക്കുക. ആശാൻ, വള്ളത്തോൾ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വള്ളത്തോളിന്റെ ഒരു കാവ്യഭാഗമാണ് വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാം എണ്ണ തേച്ചരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേലമരും അന്നതാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരുത്സവം. വായിച്ചവർക്കറിയാം. ഈ കവിത ഒന്നും വായിച്ചിട്ടില്ലാത്തവർക്കും ഇതിലെ 2 വരികളിൽ നിന്ന് 2 മഹാകാവ്യങ്ങൾ പോലുള്ള ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാം എണ്ണ തേച്ച്, വെണ്ണ തോൽക്കും ഉടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി വെണ്ണ തോൽക്കുമുടലോടെ. ഇതാ കവിതയുടെ ഒരു വരിയിൽ നിന്നുണ്ടാകുന്ന. പിന്നെ മാർ വിടർന്ന മലർ പോലെ. പിന്നെ ആശയം വേറെയാണ്. ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത് വള്ളത്തോളിൽ നിന്നാണ്. ആശാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു, വള്ളത്തോളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ചരയിലൊറ്റമുണ്ടുമായി, അരയിലൊറ്റമുണ്ടുടുത്ത പെണ്ണെ അണിവൈരക്കമ്മലിട്ട പെണ്ണെ ആടിവാ തുള്ളിയോടിവാ ആടി മാസ പുലരി പെണ്ണെ. ഞാൻ ചില റൂട്ടുകൾ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്ന് ചങ്ങമ്പുഴ എഴുതി. മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ മുങ്ങി മാറ് മറയ്ക്കാതെ എന്നനുരാഗമാം ഓരിതൾ പൂവിലെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി വന്നു നീ കിടന്നുറങ്ങി. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്ന് നീ സുന്ദരിയായി ഇന്ദുമുഖി ഇന്ദുമുഖി. പാട്ട് ഞാൻ പാടുമ്പോ വേണ്ട വിധാവുകയില്ല, കാരണം കുറെ ദിവസമായിട്ട് ഈ ഓൺലൈനിൽ പ്രസംഗിച്ച് എന്റെ ശബ്ദമൊക്കെ അടച്ചു പോയിരിക്കാം. എന്നാലും പാട്ട് പാടാതെ ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. ഇങ്ങനെയാണ് വയലാർ ഈ കാവ്യ പാരമ്പര്യങ്ങളെ. നേരത്തെ പാടിയില്ലേ, ഉണ്ണായി വാര്യരുടെ സാമ്യമകന്നോരുദ്യാനം എന്ന കഥകളി പദത്തിൽ നിന്നാണ് സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. നേരത്തെ നമ്മുടെ സുഹൃത്ത് പാടിയില്ലേ, മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ച കുടീരങ്ങളിൽ ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ. ഈ മഞ്ജുതര എന്താന്ന് ആലോചിച്ച് നോക്കിയിട്ട് പണ്ടൊരിക്കൽ PSCക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ കവിതയിലെ മഞ്ജുതര എന്താണ്? ചിലരത് മഞ്ജുധരയാണെന്നൊക്കെ എഴുതി. മഞ്ജുവായ ഭൂമി,
സത്യത്തിൽ അതല്ല, അത് കഥകളി പദമാണ്. മഞ്ജുതര കുഞ്ചതല കേളി സദനെ എന്ന് പറയുന്ന ഉണ്ണായി വാര്യരുടെ പദത്തിൽ നിന്നാണ്. മഞ്ജുതര പാടുന്ന സമയമാണ് മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ. വെറുതെ ഒരു വരി വരികയല്ല, ഒരു വരിക്ക് അനന്ത കാവ്യ പാരമ്പര്യങ്ങളുടെയും പൈതൃകങ്ങളുടെയും വേരാഴമുണ്ട്. അനേകമനേകം സംസ്കാരങ്ങളിലെ മണ്ണഴിവുകളിൽ നിന്നാണ് വയലാറിന്റെ കവിത സംസ്കാരം ആഹരിച്ചിട്ടുള്ളത്, ലാവണ്യം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് വീനസിൻ അല്ലെ രഥത്തിലും അമൃതവാഹിനി തടത്തിലും വിരിഞ്ഞ പൂവിലും കൊഴിഞ്ഞ പൂവിലും തിരഞ്ഞു നിന്നെ ഞാൻ ഇതുവരെ, യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂകൾ. അല്ലെ, ഈ പവിഴമല്ലിപ്പൂകൾ സ്വീകരിക്കാൻ അവൾ വരുന്നത് വീനസിന്റെ രഥത്തിൽ നിന്നാണ്, അമൃതവാഹിനി തടത്തിൽ നിന്നാണ്. ഈ പഴയ യവന പുരാവൃത്തങ്ങളെയും ഇതിലേക്ക് ബന്ധിപ്പിക്കാൻ എത്രയോ കഥാപാത്രങ്ങളും കാവ്യഭാഗങ്ങളും വരുന്നത് അനവധി അനവധി കാവ്യ സംസ്കാരങ്ങളുടെ അടരുകളിൽ നിന്നാണ്. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം നൽകൂ. അതിന്റെ ആദ്യം ഓം തൽ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് ഗായത്രി മന്ത്രമാണ്. ഗായത്രി മന്ത്രം പാടിക്കൊണ്ടാണ് അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ പ്രകൃതി ചുമരുകളോളം സർഗപ്രതിഭ പറന്നു നടക്കാൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ എന്ന് പറയുന്നു. പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. പണ്ട് നിൻ സംഗീത തീർത്ഥക്കരകളിൽ പർണകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നവർ, അദ്വൈതസാരം മുളയ്ക്കുവാൻ ഈ മണ്ണിൽ തത്വമസിയുടെ വിത്ത് വിതച്ചവർ. അവരാണ് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ഈ ഉപനിഷത്തുക്കളും വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ എൻ്റെ കവിതയുടെ അടിവേരുകളാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇതൊക്കെ നേടിയിട്ടുണ്ട് എന്നാണ് വയലാർ പറഞ്ഞത്. വയലാറിന്റെ ഏത് കവിതയിലാണ് ഉപനിഷത്തുകളില്ലാത്തത്? എല്ലാ കവിതകളിലും ഉപനിഷത്തിന്റെ ജ്ഞാനം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വരും. വാസാംസു ജീർണാനി യഥാവിഹായ എന്ന് പറയുന്ന ഒരു ഭഗവത്ഗീത ശ്ലോകമാണ്. പോകൂ മരണമേ പോകൂ, നിൻ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് മരണമില്ല. അതിൽ ആ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറുക എന്നത് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമാണ്. വാസാംസു ജീർണാനി യഥാവിഹായ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് തുടങ്ങി പറയുന്ന, ഒരിക്കലും ആത്മാവിനെ അഗ്നി കത്തിക്കുന്നില്ല, വായു ഇല്ലാതാക്കുന്നില്ല. വസ്ത്രം മാറുന്നത് പോലെ ആത്മാവ് പുതിയ വസ്ത്രം ധരിച്ചു വരുന്നതാണ് ഓരോ മരണവും പുനർജനനവും. പക്ഷെ വയലാർ പറയുന്നു, നിന്റെ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല. ഇത് ഉപനിഷത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഉപനിഷത്തുകളിൽ നിന്നാണ് ഇതൊക്കെ പിറവികൊള്ളുന്നത്. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. ആദിശങ്കരനെയും ശ്രീനാരായണ ഗുരുവിനെയും ഒരുപോലെ അറിഞ്ഞ കവിക്ക് മാത്രമേ ഇത് ബന്ധിപ്പിക്കാൻ പറ്റൂ. അദ്വൈതം എന്ന് പറയുന്നത് ജാതി മത വർണ്ണവർഗങ്ങളെയൊക്കെ ഒന്നാക്കുന്നതാണ്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, ഇങ്ങനെയുള്ള തത്വമസിയുടെ പടികളൊക്കെ അറിഞ്ഞ ഒരാൾ, അങ്ങനെയുള്ളൊരു ഭാരതീയന് 1000 ജാതികളും 1000 മതങ്ങളും പറ്റില്ല എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം പകരാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. ഇതൊരു പാട്ടിലാണ്. ഇങ്ങനെ എത്രയോ അദ്വൈതത്തിന് പുണ്യാഹം തളിക്കും ആര്യമതങ്ങൾ കേൾക്കെ, അവരുടെ 1000 ദൈവങ്ങൾ കേൾക്കെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊരു തിരുക്കുറൾ പാടിയ ഗുരുദേവ. ഈ ശ്രീനാരായണ ഗുരുവിനെ തിരുക്കുറൾ പാടിയ തിരുവള്ളൂരുമായിട്ട് ബന്ധിപ്പിക്കുക. ഇങ്ങനെ സംസ്കൃതിയെ ചേർത്താണ് വയലാർ ഓരോ പാട്ടും എഴുതിയത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. സത്യം എവിടെ? സൗന്ദര്യം എവിടെ? നമ്മുടെ നിത്യ സ്നേഹങ്ങൾ എവിടെ? 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഒരു അവതാരങ്ങൾ എവിടെ? ഇതൊക്കെ നിങ്ങൾ ആ വരികൾ കേട്ടാൽ അറിയാം. ഇതൊരു വെറും പാട്ടല്ല, കേരളീയ നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ മുഴുവൻ കോർത്തു കെട്ടിയതാണ്.
ലൈൻ ബസ് എന്ന സിനിമയിലാണ് ഈ അദ്വൈതം പറഞ്ഞ നാട്ടിൽ, അദ്വൈതം ജനിച്ച നാട്ടിൽ, അതൊരു ഒരു കണ്ടക്ടർ പാടുന്ന പാട്ടാ. കണ്ടക്ടർക്ക് എന്തും പാടിക്കൂടെ? ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി കണ്ടക്ടറെ അഭിനയിക്കുന്ന സിനിമയില് മതയാന മതയാന പിടിയാന പിടിയാന എന്നൊരു പാട്ടാ പാടിയത്. അങ്ങനെ പാട്ട് പാടാം അല്ലെ? വയലാറിന്റെ പ്രണയഗാനങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ ഈയിടെ കേട്ടൊരു പ്രണയഗാനം, കുറച്ച് പഴയതാണ്. കൊക്കോ കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ. ഇതൊരു കാമുകൻ കാമുകിയോട് പറയാം. കൊക്കോ കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ. എന്തൊരു ഹിംസാത്മകമായ പ്രണയമാണ്. കാമുകൻ കാമുകിയെ കൊത്തി വിഴുങ്ങും ചില്ലി ചിക്കൻ പീസായി എന്നാ പറയുന്നത്. പക്ഷെ വയലാറിന്റെ കവിതയിൽ കാമിനിമാർ ഇങ്ങനെ ആദരിക്കപ്പെട്ട് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത ഗോപുരവാതിൽ അന്യനെ പോലെ ഞാൻ നിന്നു എന്ന് പറയുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിക്കൂ, നിന്റെ ഏകാന്ത വീഥിയിൽ എന്നെ എന്നെങ്കിലും കാണും, അന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഈ കാമുകനെ ഏതൊരു സ്ത്രീയാണ് സ്നേഹിക്കാതിരിക്കുക? എന്ത് മനോഹരമായിട്ടാണ് കാമുകിമാരെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രേമ സർവസ്വമേ നിന്റെ പ്രമദവനം ഞാൻ കണ്ടു, അതിൽ മദനൻ വളർത്തും മാനിനെ കണ്ടു, മധുരോത്സവം കണ്ടു. മധുരോത്സവമൊക്കെ കാണും വയലാർ. ചില സമയത്ത് വയലാർ സഭ്യതയുടെ ചില അതിർവരമ്പുകളൊക്കെ ലംഘിക്കും. അത് വയലാറിന്റെ ഒരു സഹജമായ രീതി. അത് വയലാറിന്റെ മാത്രമല്ലല്ലോ, നമ്മുടെ കാവ്യങ്ങൾ ഇതൊക്കെ ഇല്ലേ? ഗോപി പീന പയോധര മർദ്ദന ചഞ്ചല കരയുഗശാലി എന്നതിന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് നിർത്തിക്കും. അത്ര ഈ സംഭോഗ ശൃംഗാര പ്രധാനമായ വരികൾ നമ്മുടെ കാവ്യങ്ങളിലുണ്ട്, നമ്മുടെ ഖജുരാഹോയിലുണ്ട്, നമ്മുടെ ശില്പ സംസ്കാരങ്ങളിലും കാവ്യ സംസ്കാരങ്ങളിലും ഇതൊക്കെ ഉണ്ട്. അതിനൊക്കെ വയലാർ ഏറ്റെടുത്തിട്ടുള്ളൂ. വയലാർ ഒരു കാമുകിയെയും നിന്ദിച്ചിട്ടില്ല. ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വെക്കൂ, നീ നഗ്നപാതയായി അകത്തു വരൂ, സാലഭഞ്ചികകൾ കൈകളിൽ കുസുമ താലമേന്തി വരവേൽക്കും, പഞ്ചലോഹ മണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. അതീവ ലാവണ്യവതികളായ സുന്ദരികളായ അങ്കനമാർ മൗലേ അംശുമതീ ബാലേ അനംഗ കാവ്യകലേ ഇതിലേ അത്രമേൽ സ്നേഹാദരങ്ങളോടും പ്രണയാതിരകത്തോടും കൂടിയാണ് ഓരോ കാമുകിയെയും വയലാർ അഡ്രസ് ചെയ്തത്. പ്രേമിച്ച് കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ ദേവസ്ത്രീകളാക്കിയത് വയലാർ രാമവർമ്മ എന്നൊരൊറ്റയാളാണ്. കഴിഞ്ഞ 2-3 തലമുറയിലെ സ്ത്രീകളൊക്കെ ദേവസ്ത്രീകളായി തീർന്നത് ഈ വയലാറിന്റെ പാട്ടുകൾ കേട്ട് തപസ്വിനികളായി തീർന്ന്. എങ്ങനെ ഈ പൂക്കൾ വീണ് ശിലകളായ അഹല്യകൾ പോലും അതീവ സുന്ദരികളായിട്ട് ലാവണ്യവതികളായിട്ട് വന്നു. പറഞ്ഞല്ലോ, ഏകാന്ത ജാലകം തുറക്കൂ, പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമൽ മുന്തിരി പൂത്തു വിടർന്നു. ഈ പവിഴമുന്തിരിയൊക്കെ വരുന്നത് സോളമന്റെ ഗീതത്തിൽ നിന്നാണ്. മുന്തിരി പൂക്കുന്ന വഴികളൊക്കെ അവിടെയാണ്. നീലോൽപ്പലമിഴി നീ മാത്രം എന്തിന് ഉറങ്ങി, നിന്റെ സ്വപ്ന മദാലസ നിദ്രയിൽ നിന്നെ ഉണർത്തും ഗാനവുമായി വിശ്വമോഹിനി നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യം എനിക്ക് ആരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. നീയാം മേനക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ, ഏതോ പുഷ്പശരം കൊണ്ടിന്നല്ലേ എന്റെ തപസിളകി, കാമിനി എന്റെ തപസിളകി, ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. നീയാം ഗായിക തമ്പുരുമിട്ടും നവരാത്രി മണ്ഡപത്തിൽ നിന്റെ രതിസുഖസാരെ കേട്ടിട്ട് എന്റെ മനസ്സിളകി. അല്ലെ? അങ്ങനെയാണ് സ്വർഗപുത്രീ നവരാത്രി, സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി. സ്വർഗപുത്രിയായിട്ടാണ് ഓരോ കാമുകയും കണ്ടത്. പാൽക്കടൽ തിരകളിൽ അലക്കിയെടുത്ത നിൻ പൂനിലാ പുടവ തൊടുമ്പോൾ
ദേവി തൊടുമ്പോൾ നിന്നെ പ്രണയ പരവശയാക്കുവാൻ എന്തെന്നില്ലാത്തൊരു അഭിനിവേശം. ഇങ്ങനത്തെ അഭിനിവേശങ്ങളൊക്കെ ഇടയ്ക്ക് വയലാർ പ്രകടിപ്പിച്ചാലും ഈ പ്രണയ പരവശയാക്കുക എന്ന ഒരു ദൗത്യം അദ്ദേഹം ചെയ്തു. അനവധി തലമുറകളെ പ്രണയം കൊണ്ട് കൂട്ടിച്ചേർത്തു. പ്രണയത്താൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ, വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ, ഹിമവാഹിനി ഹൃദയഹാരിണി, നിനക്കോ എന്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം. ഇങ്ങനെയാണ് താരതമ്യം ചെയ്യാനാവാത്ത സുന്ദരികളും സുന്ദരന്മാരുമായ കാമുകി കാമുകന്മാർ വയലാറിന്റെ ഗാനങ്ങളിൽ ഇരുന്ന് മായാജാലക വാതിൽ തുറക്കുന്ന മധുര സ്മരണകൾ ഇന്നും പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ COVID-19 5-6 മാസത്തെ അടച്ചിടൽ കാലത്തും കേരളത്തിലെ ഒരുപാട് പേർ മരിക്കാതിരിക്കുന്നത്, ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്, വിഷാദ രോഗം വരാതെ രക്ഷപ്പെടുന്നത്, മാനസിക തകർച്ച വരാതെ രക്ഷപ്പെടുന്നത് വയലാറിന്റെ ഇന്ദ്രജാലം, വയലാർ എന്ന വസന്ത കാമുകന്റെ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ചിമിഴുകളിൽ മുത്തുച്ചിപ്പികൾ പോലെ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അതിനകത്തൊരു കള്ളത്തരമില്ല. കാരണം ഞാൻ ജീവിക്കുന്നത് പലപ്പോഴും വയലാറിന്റെ പാട്ട് കേട്ടിട്ടാണ്. കവിത കേൾക്കുന്നത് പോലെ തന്നെ വയലാറിന്റെ പാട്ടുകൾ. നേരത്തെ സുഹൃത്ത് പാടിയില്ലേ, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ COVID-19 കാലത്ത് നിങ്ങൾ വിചാരിക്കുന്നില്ലേ, ചത്തുപോകണം വിചാരിക്കുന്നില്ലല്ലോ, ജീവിതം അവസാനിപ്പിക്കണം തോന്നുന്നില്ലല്ലോ. കൊതി തീരുന്നവരെ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരില്ല പ്രിയപ്പെട്ടവരെ. കൊതി തീരുന്നത് വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുമില്ല. ഒരു ജന്മം കൂടി കിട്ടിയാലും നമുക്ക് പ്രേമം തീരുകയില്ല. പ്രേമം എന്നത് ഉള്ളൂർ സ്വാമി പറഞ്ഞതുപോലെ പദാർത്ഥ നിരതൻ പ്രകൃതിജ ഭാവം പരസ്പര ആകർഷം, പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര സ്നേഹം. വെണ്ണക്കല്ലുകൊണ്ടല്ല, വെള്ളി നിലാവു കൊണ്ടല്ല, സൗന്ദര്യദേവതെ നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല. അല്ലെ, വെണ്ണക്കല്ല് കൊണ്ടും വെള്ളി നിലാവുകൾ കൊണ്ടും സൗഗന്ധികങ്ങൾ കൊണ്ടും അല്ല, പ്രപഞ്ച സൗന്ദര്യ സാരമാകെ കൂട്ടിക്കുഴച്ചാണ് ഈ പ്രണയിനിയെ സൃഷ്ടിച്ചത്. അതുപോലെ പ്രണയിയെയും സൃഷ്ടിച്ചത്. അങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എല്ലാവരെയും പ്രണയികളാക്കി. അത് ഈ ഉപരിവർഗത്തിന് മാത്രമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ധരിക്കരുത്. ഉപരിവർഗത്തിലുള്ളവർക്ക് മാത്രമൊന്നുമല്ല പ്രണയം സമ്മാനിച്ചത്. മേലെ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു 4 കെട്ട്, പുക്കിൾ പൂവരെ ഞാന്ന് കിടക്കുന്ന പുത്തൻ പവന്മാല തീർത്തു, വെട്ടാക്കുളം അവൻ വെട്ടിച്ചു, കെട്ടാപ്പുര അവൻ കെട്ടിച്ചു, വിത്ത് വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ട് ഉഴുതിട്ടു. ഇതൊരു കീഴാളപ്പെണ്ണിന്റെ സ്വപ്നമാണ്. തമ്പുരാൻ പ്രേമിച്ച ഒരു കീഴാളപ്പെണ്ണിന്റെ സ്വപ്നത്തെ ആവിഷ്കരിക്കാൻ നമ്മുടെ ഫോക്ലോർ പാട്ടുകളെയാണ്. ഈ വേദേതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ഷെല്ലിയും കീറ്റ്സും ഒക്കെ എടുത്ത വയലാർ തന്നെ നമ്മുടെ നാടോടി പാട്ടുകളെ എടുത്തു. കുന്നും പുറത്തൊരു മിന്നലാട്ടം, കുഞ്ഞുണരമ്മിണി കുഞ്ഞുണര്, കുന്നത്തെ തേവരോ അമ്പിളി മാമനോ കുഞ്ഞിൻ്റെ അച്ഛനോ ആരാരോ 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 ആരാരോ. ഇത് കുന്നുംപുറത്തതാ ചൂട്ട് കാണുന്നു എന്നൊരു നാടോടിപ്പാട്ടിന്റെ സങ്കല്പത്തിൽ വരുന്ന എത്രയോ നാടോടിപ്പാട്ടുകളുണ്ടല്ലോ. പൂന്തുറയിലരയന്റെ പൊന്നരയത്തി, പുഞ്ചിരി കൊണ്ടൊരു പൊട്ടുകുത്തി, പുടവയും മാലയും വാങ്ങും മുമ്പേ പുരുഷന്റെ ചൂടുള്ള മുത്തു കിട്ടി. MK അർജുന മാഷ് വളരെ കുറച്ച് പാട്ടുകളെ ചെയ്തിട്ടുള്ളൂ. പൂകൊണ്ട് മൂടിയ പുറവേലിയുള്ള ഒരു പുഴക്കര അമ്പല നടയിൽ ഇന്ന് കല്ലുവിളക്കിന് കൺമുമ്പിൽ നമ്മുടെ കല്യാണം, പിന്നെ എല്ലാം കഴിഞ്ഞ് വരുന്നത് ഓർമ്മിക്കുമ്പോൾ എങ്ങാണ്ടുന്ന ഒരു നാണം. ഈ പെണ്ണ് ഒരു നാട്ടുപുറത്തുകാരി പെണ്ണാണ്. കടലിനക്കരെ പോണവരെ, കാണാപ്പൊന്നിന് പോണവരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? ഇത് ചോദിക്കുന്നത് കടപ്പുറത്തെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ എങ്കിലും സങ്കല്പിക്കുന്നത് 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ നാണത്തിൻ മുത്തു തരാമോ എന്ന്, അല്ലെ?
ആലോചിച്ച് നോക്കൂ, എവിടെ പോയിട്ടാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? 14-ാം രാവിലെ പാലാഴിത്തിരകളിൽ പോയി അവിടുത്തെ മത്സ്യകന്യകമാരിൽ നിന്നും, അല്ലേ? സ്വപ്നസാഗരത്തിൽ നിന്നും സ്വർഗസാഗരത്തിൽ വീണ സ്വർണ്ണ മത്സ്യകന്യകേ. ആ പാട്ടിൽ പറയുന്നുണ്ട്, മുത്തുപോയൊരു ചിപ്പിയായി ഞാൻ, എന്നിട്ട് നീ ചെതുമ്പലുകൾ കൊണ്ട് എന്നെ മുത്ത് നൽകി ഉണർത്തി. ഇങ്ങനെ പല സങ്കല്പങ്ങളും, കടൽപ്പുറത്തെ സങ്കല്പമാകാം, പാടത്തെ സങ്കല്പമാകാം, പണിയമാടങ്ങളുടെ സങ്കല്പമാകാം. വയലാർ എവിടെ നിന്നൊക്കെയാണ് സങ്കല്പം എടുത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രമേൽ വിശാലമായിട്ടാണ്. സീതപക്ഷി നിന്റെ ശ്രീവല്ലഭൻ എന്ന് വരും ശ്രീതിലകപ്പക്ഷി. അതിൽ നാൽപ്പാമര പൂങ്കാവുകളും 4-ാം കുളി കഴിഞ്ഞു വരുന്ന ആ പെൺകിടാവും ഒക്കെ വേറൊരു സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ്. കളഭമഴ പെയ്യുന്ന രാത്രി, കല്ലുകൾ പൂക്കുന്ന രാത്രി, പുഷ്പവതി മുല്ലയ്ക്ക് പൊൽത്തിങ്കൽക്കല പുടവ കൊടുക്കുന്ന രാത്രി, അത് വേറൊരു സങ്കല്പമാണ്. ഇന്ദുകലാമൗലി തൃക്കൈയിലോ മനിക്കും സ്വർണമാൻ പേട എന്റെ സഖിയായി. അവിടെ സങ്കല്പം വേറെയല്ലേ? ചന്ദ്രിക ചന്ദന മുഴുക്കാപ്പു ചാർത്തും ഗന്ധമാദനഗിരിക്കരികിലൂടെ പറന്നു പറന്നു വരും അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി, തൂവൽ കിടക്കയായി. അത് പർവ്വതനന്ദിനിയാണ്. ഈ പറന്നു പറന്നു വരുന്ന അരയന്ന പീലുകളിൽ വിരിച്ചുറങ്ങുന്നവൾ. അവളിൽ നിന്ന് മറ്റൊരു കാമുകിയിലേക്ക് പൂമണം പരക്കുമ്പോൾ പിറകെ 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 നക്ഷത്രക്കതിർ കൂന്തലിലണിയും പക്ഷികൾ രാത്രിയിലെത്തും. അവർ സുന്ദരിമാരുടെ ഹൃദയ സരസ്സുകൾ മന്ത്രം കൊണ്ട് നിറയ്ക്കും, അല്ലെ? കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂങ്കുട തീർത്തു. പാടാൻ തുടങ്ങിയാൽ പറയാൻ പറ്റാതെയോ, ഈ പാട്ടും പറച്ചിലും കൂടി വന്ന് വേർപ്പ് മുട്ടും. അങ്ങനെയാണ് വയലാർ പ്രണയസങ്കല്പങ്ങൾ ഉണ്ടാക്കിയത്. എനിക്ക് മറക്കാൻ കഴിയാത്തൊരു പ്രണയപ്പാട്ടാണ് ഗായത്രിയിലെ പാട്ട്. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ്പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനങ്ക മന്ത്രമുണ്ടോ? അത് 3 ഘട്ടങ്ങളിലായിട്ട് പ്രണയം വികസിക്കുക. മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോൾ, ഇന്ന് മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാൻ എൻ്റെ കൈ തരിച്ചു, കൈ തരിച്ചു. കുറച്ച് സഭ്യതരമാണെങ്കിൽ പോലും അവിടെ അങ്ങനെ സംഭവിച്ചു പോകും എന്ന് നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് വയലാർ. പുലരിപ്പൂമുഖ മുറ്റത്തു കാലത്ത് പുറംതിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ, നീ അരിപ്പൊടി കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു, ആഗ്രഹിച്ചു. പ്രണയം വികസിക്കും നോക്കൂ. ആദ്യം ഈ നുള്ളു തരാൻ ആഗ്രഹിച്ചത് മാറിയിട്ട് അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ആഗ്രഹിക്കുന്നു. തുളുമ്പും പാൽക്കുടം അരയിലെടുത്തു നീ തൊടിയിലേകാകിയായി വന്നപ്പോൾ, നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു, കൊതിച്ചു നിന്നു. തങ്കത്തളികയിൽ പൊങ്കലുമായി വരുന്ന തൈമാസ തമിഴ്പെണ്ണ് നമ്മുടെ പ്രണയ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരും. ഇങ്ങനെയാണ് വയലാർ മയിൽപീലി കണ്ണുകൊണ്ട് മനസ്സിന്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ, പാട്ടിന്റെ ചിറകിന്മേൽ പരിമളം പൂശുന്ന പനിനീർപ്പൂവിന്റെ പേരെന്ത്, അത് വേറൊരു
സമുദായത്തിന്റെ പ്രേമമാണ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്തു വെച്ച വള കിലുക്കി, മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യത്തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മാറുകുള്ള. അല്ലെ, ഇത് ദേവരാജനും വയലാറും കൂടി ഉണ്ടാക്കുന്ന വേറൊരു ബ്ലെൻഡാ. ഇത് വടക്കേ മലബാറിലെ മാപ്പിളപ്പാട്ട് പോലെയല്ല. നിങ്ങളുടെ ആലപ്പുഴ ഭാഗത്ത് ഒരു മാപ്പിളപ്പാട്ടിൽ തന്നെ ഈ ഒരു സങ്കല്പം ഉണ്ടാവുള്ളൂ. മാപ്പിളപ്പാട്ടുകൾ മാത്രമൊന്നുമല്ല, എത്ര എത്ര മനോഹര സങ്കല്പങ്ങളാണ്. ഇവിടെയോരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ, നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ, നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം, ശൃംഗാരപദമാടും യാമം മദാലസയാമം. ഇവിടെയാണ് ദേവരാജനും വയലാടും തമ്മിലുള്ള ബ്ലൻഡ്. ഈ കൈമാറാത്ത വികാരമുണ്ടോ എന്ന് പറഞ്ഞ് ഓ എന്നുള്ള സ്ഥലത്ത് വരികൾ എഴുതി കൊടുക്കാൻ വയലാറിന് പറ്റാഞ്ഞിട്ടില്ല. അവിടെ വരി വേണ്ട എന്ന് ദേവരാജൻ തീരുമാനിക്കുക. അത് കൂട്ടിച്ചേർക്കാൻ ദേവരാജൻ ആ വരികൾക്കൊത്ത ഒരു ഈണം ബ്ലൻഡ് ചെയ്യും, ഒരു ഹമ്മിങ് ബ്ലൻഡ് ചെയ്യും. അവർ രണ്ടുപേരും ചേർന്ന് അങ്ങനെ എത്രയോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആമ്പൽ പൂവേ അണിയം പൂവേ, ആ പാട്ടിൽ ഓ ആ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ, ഏലം ഏലം ഏലേലം ഓ, ആ സാധനം ദേവരാജന്റെ വകയാ. ഇങ്ങനെയാണ് ആ പാട്ടുകൾ അനശ്വര കാവ്യശില്പങ്ങളും ഗാനശില്പങ്ങളുമായിട്ട് ഒരേ സമയത്ത് മാറുന്നത്. ഇങ്ങനൊരു സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ, സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. അതിന്റെ ഒരു അന്തരീക്ഷം നോക്കൂ, സെലസ്റ്റിൽ അല്ലേ? ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ട് നീ ശ്രീമംഗലയായി, പൂക്കളുടെ മണമേറ്റ് പുരുഷന്റെ ചൂടേറ്റ് പൂണാരമണിയാറായി, കാറ്റേ കടലേ കയ്യെത്തുമെങ്കിൽ ആ കൽവിളക്കിൻ തിരി താഴ്ത്തു. ഇത് പറയുന്ന ആഴത്തിലുള്ള ഹൃദയ നിമന്ത്രണങ്ങൾ നമുക്ക് യുഗങ്ങൾ കഴിഞ്ഞാലും കേൾക്കാം. യുഗങ്ങൾ കഴിഞ്ഞാലും പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന അദ്ദേഹം എന്താണ് എഴുതാത്തത്? ഏത് പുഴയെക്കുറിച്ചാണ് എഴുതാത്തത്? ആലുവ പുഴയെക്കുറിച്ച് എഴുതിയില്ല. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാ പുഴ പിന്നെയും ഒഴുകി, ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ, അല്ലേ? ആ ഒരു അന്തരീക്ഷമില്ലേ? ഇത് ആലുവ പുഴയ്ക്ക് മാത്രം. പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ് നീ, പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞെടുത്ത് പോകാനൊരുങ്ങുന്ന ആ മലയാളി പെണ്ണ് പോലുള്ള പെരിയാറിനെ കണ്ടു, ആലുവ പുഴയെ കണ്ടു, മണിമലയാറിനെ കണ്ടു. ഈ മണിമലയാറ് മറന്നേ പോയോ? വേണ്ട. പള്ളാത്തുരുത്തി ആറ് എവിടെയാണെന്ന് അറിയാമോ? ഞാൻ കുറെ അന്വേഷിച്ചു നടന്നു. ഇദ്ദേഹം ഇല്ലാത്തൊരു സ്ഥലം എഴുതാൻ സാധ്യതയില്ല. പള്ളാത്തുരുത്തി ആറ് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന സ്ഥലത്ത് എവിടെയാണെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമെന്നറിയില്ല. പള്ളാത്തുരുത്തി ആറിൽ ഒരു വെള്ളി നിലാവുള്ള രാവിൽ പണ്ടൊരു തമ്പുരാൻ വഞ്ചിയിൽ വന്നപ്പോ വയലാർ ഇല്ലാത്ത പുഴയെ കുറിച്ച് എഴുതാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് അന്വേഷിച്ചപ്പോ പള്ളാത്തുരുത്തി ആറും ഉണ്ട്. കേരളത്തിലെ 44 നദികളെ കുറിച്ച് എഴുതി, കായലുകളെ കുറിച്ച് എഴുതി, വയൽപ്പരപ്പുകളെ കുറിച്ച് എഴുതി, എന്തൊക്കെ എഴുതി വയലാർ. എല്ലാ സംസ്കാരവും എഴുതി. ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖയെ, ഉർവശി ചമയുന്നൊരു ചന്ദ്രലേഖയെ, ഉഷ എവിടെ? ആ ഉദയഗിരിക്കോട്ടയിൽ ചിത്രലേഖയുടെയും ഉഷയുടെയും കഥയാണ് കൂട്ടിച്ചേർത്തത്. അതേസമയം വടക്കൻ പാട്ടിൽ എത്രയോ കദളി വനങ്ങൾ കരികിലല്ലോ കടത്തനാടൻ കളരി, കടത്തനാടൻ കളരി, കളരിമുറ്റം വരെ പോയി വരാമോ കളമൊഴിയേ കിളിയേ, കളമൊഴിയേ കിളിയേ. അത് കടത്തനാട്ടില. കടത്തനാടൻ കഥ പറയുമ്പോൾ വയലാർ കടത്തനാട്ടുകാരനാവും. ആലപ്പുഴത്തെ കഥ പറയുമ്പോൾ ആലപ്പുഴക്കാരനാവും.
തിരുവനന്തപുരത്തെ കഥ പറയുമ്പോൾ തിരുവനന്തപുരത്തുകാരനാവും. കേരളം മുഴുവൻ അദ്ദേഹം കവിതയുടെ വീട് വെച്ചു. കേരളം മുഴുവനല്ല, പ്രപഞ്ചം മുഴുവൻ വീട് വെച്ചു. രാവിലെ എഴുന്നേറ്റാൽ ആകാശത്തിലേക്ക് ഒരു പുഷ്പക വിമാനത്തിൽ പോയി ആകാശത്തിലിരുന്ന് ഭൂമിയെ നോക്കി. മണ്ണിന്റെ സൗന്ദര്യങ്ങളൊക്കെ വിണ്ണിന്റെ സൗന്ദര്യങ്ങളൊക്കെ മണ്ണിന് തന്നു. പുഴകളും പൂവനങ്ങളും ഒക്കെ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളാണെന്ന് പറഞ്ഞു. ഒരു 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 സ്വർഗീയമായ അന്തരീക്ഷമാണ് വയലാർ ഉണ്ടാക്കിയത്. 4 മണിപ്പൂ വിരിഞ്ഞാൽ, നീലവനം ചുരിഞ്ഞാൽ, മാനോടും മലയരികിൽ ഞാനിരിക്കും താഴ്വരയിൽ, പ്രേമവുമായി ഓടിവരും പ്രേമവതിക്കോ, അല്ലെ? ദേവലോകരഥവുമായി, ഈ ദേവലോകരഥവുമായിട്ട് തെന്നലുകൾ വന്നു. പ്രപഞ്ച പ്രകൃതി ശക്തികളൊക്കെ ഈ പ്രണയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വന്നു. ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവ രാജകുമാര, അത് ബാബുരാജാണ് ചിട്ടപ്പെടുത്തിയത്. പറഞ്ഞ വിശ്വസിക്കുകയില്ല. പൂവായ പൂവെല്ലാം പൊന്നു ഞാലാടുമ്പോൾ പൂവാങ്കുരുന്നില ചൂടേണം, പാതിരാപ്പൂവിന്റെ പനിനീർ പന്തലിൽ പാലക്കാമോതിരം മാറേണം, തങ്കത്തമ്പുരു മീട്ടുക മീട്ടുക ഗന്ധർവരാജകുമാര, ചന്ദനപ്പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര. ആ ഗന്ധർവ രാജകുമാരനാണ് ആവണപ്പലകയും ഈ പാലക്കാമോതിരവും. ഇതൊക്കെ നമ്മുടെ മിത്തുകളിൽ നിന്നും നമ്മുടെ പുരാവൃത്തങ്ങളിൽ നിന്നും എടുത്തു കൊണ്ടുവന്നതാണ്. പലതും വയലാർ പൊടി തട്ടി എടുത്തത് നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്നും പൈതൃകങ്ങളിൽ നിന്നുമാണ്. തൃക്കാക്കര പൂപോരാഞ്ഞ്, തിരുനക്കര പൂപോരാഞ്ഞ്, തിരുമാന്താം കുന്നിലെത്തിയ തെക്കൻ കാറ്റ്, പുരാണം അല്ലേ? ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ പൂക്കളാണ് വയലാർ എഴുതാത്തത്? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. ശംഖുപുഷ്പം കണ്ടിട്ടുണ്ടോ? ശംഖുപുഷ്പം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ശംഖുപുഷ്പം കണ്ണെഴുതുക എന്ന സങ്കല്പം അത് കണ്ടിട്ടുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റൂ. പാരിജാതം, ഏതൊക്കെ പൂക്കളാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത? കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിലൊരു കസ്തൂരി മാനിനെ കണ്ടു. കഞ്ചവാണന്റെ കടിത്തോഴിയാമൊരു കസ്തൂരി മാനിനെ കണ്ടു. താഴ്വരക്കാട്ടിൽ നിന്ന് അതിനെ പിടിക്കുവാൻ താമര നൂൽവല കോർത്തു വെച്ചു. അവസാനം പറയാണ്, ഞാനാണ് ആ പുള്ളിമാൻ. ഇങ്ങനെ ഒരു പണിയുണ്ട് വയലാറിന്. ഒരു കഥ പറഞ്ഞിട്ട് ആ കഥയിലേക്ക് തന്നെ പ്രവേശിപ്പിക്കും. ഉത്തരായണ കിളി പാടി ഉന്മാദിനിയെ പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ. എനിക്കതിൽ ഇപ്പോഴും സംശയമുണ്ട്. ഈ ഉത്തരായണ കിളി ആണാണോ പെണ്ണാണോ? ഉത്തരായണ കിളി പാടി ഉന്മാദിനിയെ പോലെ, അല്ലെ? പൊന്നും വളയിട്ട വെണ്ണിലാവേ, രണ്ടു സ്ത്രീകളാ, അല്ലെ? ആലോചിച്ച് നോക്കൂ. അവിടെ ആ കഥയുടെ സന്ദർഭത്തിലെ എന്തോ ഒരു കാര്യമാണ് അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ വയലാർ എഴുതില്ല. വയലാർ ഇങ്ങനെ അത്ഭുതങ്ങൾ പലതും പാട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ വളരെ അത്ഭുതത്തോടെ ഒരു കാര്യം മനസ്സിലാക്കിയത്, 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി, 200 പൗർണമി ചന്ദ്രികകൾ. എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്? 200 പൗർണമി, ഈ കണക്ക് വയലാർ എപ്പോഴും പറയും. 200 പൗർണമി ചന്ദ്രികകൾ, 1,00,000 നക്ഷത്ര ദീപങ്ങൾ, 1000 പാദസരങ്ങൾ കിലുങ്ങുമ്പോൾ 100, 200, 1000, 1,00,000, 1 കോടി ഒക്കെ വയലാറിന്റെ പാട്ടുകളിലെ മാത്തമാറ്റിക്സ് എന്നൊരു ഗവേഷണം നടത്താവുന്നതാണ്. ഒരുപാട് കണക്കതിലുണ്ട്. പല എണ്ണവും എയ്യുമ്പോൾ 1 കോടി, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി, 1 കോടി, ഇങ്ങനെ എത്രയോ അക്കങ്ങൾ അതിലുണ്ട്, എത്രയോ ഋതുക്കൾ അതിലുണ്ട്, എത്രയോ കാവ്യങ്ങൾ അതിലുണ്ട്, എത്രയോ സങ്കല്പങ്ങൾ അതിലുണ്ട്, എത്രയോ പാരമ്പര്യ ഘടകങ്ങൾ അതിലുണ്ട്. ഇതെല്ലാം കൂടി ചേർത്താണ് വയലാർ പാട്ടിന്റെ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഓരോ പാട്ടും PhD എടുക്കേണ്ടതാണ്. പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്ന ഒരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഇതൊരു ഉപനിഷത്താണ്. മലയാള ഗാനങ്ങളിലുണ്ടായ ഒരു നവോപനിഷത്താണ്. കാലത്തെക്കുറിച്ച് പറയാണ്. പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്ന ഒരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. അടുത്ത വരി, അടുത്ത ചരണം, മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കും ഈ മൺമതിൽക്കെട്ടിനു മുകളിൽ, ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടംവലം നിൽക്കും തേരിൽ,
സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും ഈ സൗന്ദര്യം എന്തൊരു സൗന്ദര്യം, കാലമേ ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്ക് മാത്രം. ഇത് കവിക്ക് മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു ചരണം ഉണ്ടാക്കിയിട്ട് അതേ മീറ്ററിൽ അതിന്റെ ആശയവും സൗന്ദര്യവും കുറയാത്ത മറ്റൊരു ചരണം ഉണ്ടാക്കുക എന്നുള്ളത് കവിയായി പിറന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ സാധിക്കാവുന്ന, പൂരിപ്പിക്കാവുന്ന വെല്ലുവിളിയല്ല. വയലാർ അടുത്ത വരിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കും ഈ സംക്രമസന്ധ്യ തൻ നടയിൽ, പ്രപഞ്ചം ചുണ്ടിൽ നിൻ നാമാക്ഷരവുമായി പ്രദക്ഷിണം വെക്കും നടയിൽ, സൗരയൂഥങ്ങളിൽ നീ വന്ന് വിതയ്ക്കും സൗരഭ്യം എന്തൊരു സൗരഭ്യം, കാലമേ ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്ക് മാത്രം. ഇങ്ങനെയാണ് വയലാറിന്റെ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. എത്രയോ ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ, മുത്തുകെട്ടിയ മരതകങ്ങൾ, ഈ മലമ്പുഴയുടെ മാറിടങ്ങൾ, ആ മുത്ത് ചൂടി വരും പൂക്കാരി. അടുത്ത വരി ചിലപ്പോൾ കുറച്ച് ശ്രീലത്തിന്റെ വഴി മറികടക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, വീട്ടിൽ പോയി സ്വകാര്യമായിട്ട് കേട്ടാൽ മതി. ഇങ്ങനെ മാനത്തെ നക്ഷത്ര വ്യാപാര തെരുവുകളിൽ മഞ്ചലേറി വന്നിറങ്ങിയ രത്നവ്യാപാരി അല്ലെ, പൂവുകൾക്ക് പുണ്യകാലം, മെയ്മാസരാവുകൾക്ക് വേളിക്കാലം. ഇതൊക്കെ എവിടുന്ന് വരുന്ന സങ്കല്പങ്ങളാണ്? ഏതേതൊക്കെ പ്രപഞ്ച മഹാസൗന്ദര്യ ശക്തികളിൽ നിന്നാണ് വയലാർ ഇതൊക്കെ കടം കൊണ്ടത്. വയലാറിന്റെ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ വയലാർ സപ്താഹം നടത്തിയാലും അവസാനിക്കില്ല. മാത്രമല്ല, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പടർന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ വധൂവരന്മാരെ വിവാഹമംഗളാശംസകളുടെ വിടർന്ന പൂക്കൾ ഇതാന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഇനി നിറയ്ക്കുന്ന നിശാ ചഷകങ്ങളിൽ ഇവയുടെ മധുരിമ നിറയട്ടെ, ഇനി നിങ്ങൾ മിട്ടും അനുരാഗ വീണയിൽ ഇവയിലെ നാദം നിറയട്ടെ എന്നാ. ഇങ്ങനൊരു സങ്കല്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വയലാർ എന്ന് തന്നെ എനിക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ ഓരോ കവിതയും തങ്കവിളക്കത്തോ കന്നിനിലാവത്തോ തക്കിളി നിൽക്കും താരകളെ പാവങ്ങളല്ലല്ലോ നിങ്ങൾ പട്ടിണിക്കാരല്ലല്ലോ എന്ന് പട്ടിണിക്കാരുടെ പക്ഷത്തു നിന്നു. പട്ടിണിക്കാരായ മനുഷ്യരുടെ അമ്മേ 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 നമ്മുടെ അമ്പിളിയമ്മാവൻ എന്ന് വരും, അമ്പിളിത്താരക കുഞ്ഞിന്റെ കൂടെ അത്താഴം ഉണ്ണാൻ എന്ന് വരും. റിക്ഷാക്കാരനായ പപ്പുവിന്റെ വളർത്തുമകളുടെ സ്വപ്നമാണ് കാറ്റിൽ ഇളങ്കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ട് അവൾ എന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. ആ റിക്ഷാക്കാരന്റെ ഭാര്യയല്ലാത്തൊരു കുടുംബിനിക്ക് അയാളോട് തോന്നുന്ന ഒരു ഗൂഢാനുരാഗത്തെ ഇതിനേക്കാൾ എങ്ങനെയാണ് പറയാ? മറ്റൊരു പാട്ടിൽ, നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ തത്തമ്മേ, ഊത്തക്കിനാക്കൾ പൊതിഞ്ഞു പിടിച്ച് കിടക്കുമ്പോൾ ആരോ പുറത്ത് പച്ചില മെതിയടിയിട്ട് നടക്കണുണ്ടോ, കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺപൂവോ പെൺപൂവോ അല്ലെ. അവിടെ സങ്കല്പം വേറെയാണ്. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി. ഈ പ്രതിമ നീയാണ്, ശില്പി ഞാനും. നോക്കൂ, കല്ലിൽ കൊത്തിവെച്ച കവിതയെ നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയതെങ്ങനെ. ഇത് വേറൊരു സങ്കല്പത്തിന് വരികയാണ്. അതിൽ തന്നെ ഭഗവാനൊരു കുറവനായി എന്ന പാട്ട്, അത് ഒരു നാടോടിപ്പാട്ടിന്റെയാ. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പിറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും ആ സാധനം വേറൊന്നാണ്. ഓരോ പാട്ടും ഒരു സംസ്കാരമാണ്. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിനക്കരയോ ഇക്കരയോ, അത് മറ്റൊരു പ്രഹേളികയാണ്. അതേ പടത്തിൽ തന്നെ ഫാക്ടറി പടിക്കൽ കുത്തേറ്റ് വീണ തൊഴിലാളിയുടെ ഭാര്യ വിശന്നു പൊരിഞ്ഞ മക്കളെ പാടി ഉറക്കാൻ വേണ്ടി പാടുന്നൊരു പാട്ടുണ്ട്. ഓണക്കാലത്ത് അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഓമനക്കുമ്പിളിൽ ഓണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ കണ്ണീര് അല്ലെ, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൾ കണ്ണീര്, മണ്ണിന് ഓരോ കുമ്പിൾ കണ്ണീര്. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കഞ്ഞി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ്
കണി കണ്ടുണരാൻ ഒന്നുറങ്ങൂ. നാളെ ഒരു പൊന്നുഷസ് വരും. അന്ന് പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കുട്ടികൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കും. അന്ന് കറുത്തവരും വെളുത്തവരും തോളോട് തോൾ ചേർന്ന് നടക്കും. അതുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മുതലാളിത്തമേ, നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. എക്കാലത്തും പ്രസക്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും അദ്ദേഹം പറഞ്ഞു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. ഇതൊക്കെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വാചകങ്ങളാണ്. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. തൊഴിലാളി, ഇത് തൊഴിലാളി, പിറന്ന നാടിൻ ജീവിത ഖനിയിലെ തൊഴിലാളി, വിതച്ചു കൊയ്യാൻ ഞങ്ങൾക്കൊരു പിടി മണ്ണ് തരൂ. ഇതൊക്കെ ആ കാലത്തിന്റെ പരിവേദനങ്ങളാണ്. ഏറ്റവും താഴെത്തട്ടുള്ള മനുഷ്യന്റെ പക്ഷത്തു നിന്ന് അവരുടെ പോരാട്ടങ്ങളുടെ കൂടെ വസന്ത പുഷ്പാഭരണം ചാർത്തിയ വയലേലകളിൽ, വിയർപ്പ് മുത്തുകൾ നമ്മൾ തൂകിയ പണിശാലകളിൽ നമ്മൾ ഉയർത്തുക നമ്മുടെ ധീരപതാക സഖാക്കളെ. ഇല്ലേ, മുന്നോട്ട്. അത് സഖാവ് കൃഷ്ണപിള്ള അവസാനം പറഞ്ഞൊരു വാചകത്തെ കവിതയാക്കുന്ന. ഇതൊക്കെയും വയലാർ പറഞ്ഞിട്ടുണ്ട്. വിപ്ലവ കവിയായിരുന്നു വയലാർ. വിപ്ലവത്തിന്റെ പക്ഷത്തു നിന്നു. വയലാർ ഉപനിഷത്തുക്കളെ വായിച്ചു, വേദേതിഹാസങ്ങൾ പരിചയപ്പെടുത്തി, പുരാണ കഥകൾ. കാളിദാസൻ മരിച്ചു, കണ്ണുമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല. ദർഭകൾ പൂക്കും ഈ മാലിന്യ തീരത്ത് ഗർഭിണിയാം അവൾ ഇരിക്കുന്നു. ആ അനാഥത്വം കണ്ടു. രാമായണത്തിലെ സീത, രാമൻ ഉപേക്ഷിച്ച സീത, തമസാതീരത്ത് പണ്ടൊരിക്കൽ 2 തങ്കക്കുടങ്ങളെ പ്രസവിച്ചു. ആ ദുഃഖം കണ്ടു. സീതയുടെ ദുഃഖം കണ്ടു, ശകുന്തളയുടെ ദുഃഖം കണ്ടു. തീരാത്ത ദുഃഖത്തിന് തീരത്തൊരു നാൾ സ്ത്രീയായി ദൈവം പിറക്കണം. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ വളരും, നാട്ടിൻ പുറത്തെ വളരണം. ഇത്രയും വലിയൊരു ഫെമിനിസ്റ്റ് കവിത ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ല. തീരാത്ത ദുഃഖത്തിന് തീരത്തൊരു നാൾ സ്ത്രീയായി ദൈവം ജനിക്കണം. അപ്പോഴേ ദൈവത്തിന് പെണ്ണിന്റെ വേദന എന്താണെന്ന് അറിയുകയുള്ളൂ. സ്ത്രീകളുടെ പക്ഷത്തുനിന്ന് പറഞ്ഞു, ദളിതരുടെ പക്ഷത്തുനിന്ന് പറഞ്ഞു, പുഴയുടെ പക്ഷത്തുനിന്ന് പറഞ്ഞു, പ്രകൃതിയുടെ പക്ഷത്തുനിന്ന് പറഞ്ഞു, കാടിന്റെ പക്ഷത്തുനിന്ന് പറഞ്ഞു, പുല്ലുകളുടെയും പഴുതാരകളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ പക്ഷത്തുനിന്ന് സ്നേഹത്തിന് വേണ്ടി സംസാരിച്ചു. മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം എന്ന് ഓർമ്മപ്പെടുത്തി. ഈ COVID-19 കാലത്ത് ആ കവിത വീണ്ടും വീണ്ടും നിങ്ങൾ വെച്ച് കേൾക്കണം. ഇപ്പോൾ അമ്പലത്തിൽ ദൈവമില്ല, പള്ളിയിൽ ദൈവമില്ല, ചർച്ചിൽ ദൈവമില്ല, മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിൽ ദൈവമുണ്ട്. അല്ലേ? ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് ഓരോരുത്തരും. മനസ്സിലെ ദൈവം മനുഷ്യനു നൽകിയ മണിവിളക്കല്ലോ സ്നേഹം. മനസ്സിലെ ദൈവം മനുഷ്യനു നൽകിയ മണിവിളക്കല്ലോ സ്നേഹം. തുടയ്ക്കേണം, മിനുക്കേണം, തൈലമൊഴിക്കേണം, തിരിയിട്ടു കൊളുത്തേണം സ്നേഹം. നമ്മൾ തിരിയിട്ടു കൊളുത്തേണം സ്നേഹം. ഈ COVID-19 കാലത്ത് നമ്മളോട് പറയാം, കൊടുങ്കാറ്റിൽ കെടുത്താതെ, പടുതിരി കത്താതെ കൊണ്ടു നടക്കണം സ്നേഹം. നമ്മൾ കൊണ്ടു നടക്കണം സ്നേഹം. അത് മറക്കുമ്പോൾ മനസ്സിലെ തിരിയൂതിക്കെടുത്തുവാൻ കൂടെ നടക്കുന്നു കാലം. അല്ലെ? ഈ സ്നേഹം കെടാതെ കൊണ്ടു നടക്കണം നമ്മൾ. അതെപ്പോൾ മറക്കുന്നുവോ അപ്പൊ മനസ്സിലെ തിരികൾ ഊതിക്കെടുത്താൻ കാലം നമ്മുടെ പിന്നാലെ ഉണ്ട്. ഇതാണ് കാലത്തെ അഭിസംബോധന ചെയ്താണ് വയലാർ എഴുതിയത്. അതുകൊണ്ട് കാലാതിവർത്തിയാണ് ആ പാട്ടുകൾ, ആ കവിതകളിലേക്ക് ഞാൻ പ്രവേശിക്കാത്തതാണ്. ചിത്രശിലാതലങ്ങൾക്കു മീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആരാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥിതൻ അരികത്ത് അനുരാഗ ദാഹ പരവശയായി വന്നു താടക. ഞാൺവടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം പൂവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ ഊത്തുവിടർന്നുപോയി രാമന്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും മൊഴിയുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക, ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണ സിംഹാസനം. ഇതിങ്ങനെ മുഴുവൻ നിന്ന് പറയാം. താടക എന്ന ദ്രാവിഡ രാജകുമാരി. വെള്ളിമാമല താഴ്വരയ്ക്കക്കരെ മഞ്ഞുമൂടിയ കാവ്, മഞ്ഞുമൂടും കാവിനടുത്തൊരു
മന്ത്രമല്ലിക തേര് തേർ തെളിക്കാം, തേരിൽ മയങ്ങാം. ഓ ഒരു കാര്യം ചോദിച്ചാൽ നാണിക്കുമോ, അല്ലെ? കൃഷ്ണപക്ഷ കിളി ചിലച്ചു. ഇങ്ങനെ പറഞ്ഞാൽ എവിടെയാണ് വയലാറിനെ നമ്മൾ അവസാനിപ്പിക്കുക? അഗ്നിപർവ്വതം ചുവന്നു, അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. വയലാർ തന്നെ കുറിച്ച് പറഞ്ഞു വെച്ചതാണ്. മൃത്യുവിന്റെ ഗുഹയിൽ വിടർന്ന ഒരു രക്തപുഷ്പമാണ്. നാളത്തെ പ്രഭാതത്തിൽ ആ കനലൂതി കാലമൊരു കത്തുന്ന പന്തമാക്കും. നക്ഷത്രങ്ങളെ സാക്ഷി, നവഗ്രഹങ്ങളെ സാക്ഷി യാത്രയായി, അന്ത്യയാത്രയായി 44-ാമത്തെ വയസ്സിൽ കൊതി തീരാത്ത നിമിഷത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. എങ്കിലും പൊന്മണിച്ചുണ്ടുകൊണ്ട് സംവത്സര പക്ഷികൾ മറിച്ചിടുന്ന കാലത്തിന്റെ പുഷ്പപഞ്ചാംഗത്താളിൽ വയലാർ എന്ന ഗന്ധർവ കവിയുടെ ജന്മദിനവും ചരമദിനവും അമരദിനവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അമരദിനം എന്ന് പറഞ്ഞാൽ മരിക്കാത്ത ദിവസം. എന്നും 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 മരിക്കാത്ത കവിയാണ് വയലാർ. എനിക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിച്ച കവിയാണ് വയലാർ. എനിക്ക് മരണമില്ല എന്ന അദ്ദേഹത്തിന്റെ കവിതയുടെ പേരാണ്. കവിതയിലേക്ക് കടന്നാൽ പിന്നെ ഞാൻ വിഷയം മാറും എന്നുള്ളത് കവിതയിലേക്ക് കടക്കാതിരിക്കുക. കവിതയും പാട്ടും ചേർന്നുണ്ടായ ഒരു അസാധാരണ സല്ലയം വയലാർ നമ്മുടെ ഗാന സാഹിത്യത്തിന് നൽകിയ വളർച്ചയാണ്. പാട്ടിൽ നിന്നാണ് മലയാള കവിത ഉണ്ടായത്. സത്യത്തിൽ നാടോടിപ്പാട്ടുകളിൽ നിന്നാണ് കൃഷ്ണപ്പാട്ട് ചെറുശ്ശേരി എഴുതിയത്, കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയത്, പാനപ്പാട്ട് പൂന്താനം എഴുതിയത്, മാപ്പിളപ്പാട്ട് ഇശലാക്കി മോയിൻകുട്ടി വൈദ്യർ എഴുതിയത്. ഈ പാട്ടുകളിൽ നിന്നുണ്ടായ മലയാള കവിതയെ പാട്ടുകളിലേക്ക് വികസിപ്പിച്ച്, പാട്ടുകളിലേക്ക് വളർത്തി, പാട്ടുകളുടെ വസന്ത വൃക്ഷമാക്കി വയലാർ മാറ്റി. ആദ്യകാലത്ത് തന്നെ കൂടപ്പിറപ്പ് എന്ന സിനിമയിൽ തന്നെ ഏലക്കാടിനു മീതെ ഒരു മാലക്കാവടി പോലെ, ഏലക്കാടിനു മീതെ ഒരു മാലക്കാവടി പോലെ, ചന്ദ്രക്കലയുടെ ഗോപുര നടയിൽ സംഘം ചാർത്തിയതാരോ മാനസറാണി. പാട്ട് ഓർമ്മയുണ്ടോ? എം രാജയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടതാണ്. ദേവദാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ. ഇതൊക്കെ എം രാജയുടെ ശബ്ദമാണ്. ഏകയായി ഏകയായി എൻ മണിയറയിൽ വന്നു അവൾ വന്നു, വീണ്ടും ഹൃദയം തളിരിടുകയും വീണപൂക്കൾ വിരിയുകയും ചെയ്ത ഒരു കാലം. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്ക് മടിയാണെങ്കിൽ മാപ്പു തരൂ, ജന്മജന്മാന്തരങ്ങളിലൂടെ രണ്ട് സ്വപ്നാടകരെ പോലെ കണ്ടുമുട്ടിയ നിമിഷം നമ്മൾക്ക് എന്ത് ആത്മനിർവൃതിയായിരുന്നു. ഇതും എം രാജയുടെ ശബ്ദത്തിലാ കേട്ട്. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ. ഏതോ കിനാവിലെ ആലിംഗനത്തിലെ ഏകാന്ത രോമാഞ്ചമണിഞ്ഞവളെ. നോക്കൂ, എങ്ങനെയാണ് ഈ ഏകാന്ത രോമാഞ്ചമൊക്കെ അണിയുന്നത് എന്ന് എങ്ങനെയത് സങ്കല്പിക്കുക? ഏതോ കിനാവിലെ ആലിംഗനത്തിലെ ഏകാന്ത രോമാഞ്ചമാണ് അണിയുന്നത്. ആലിംഗനങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടവരാണ്. അങ്ങനെയാണ് വയലാർ നിന്നെ ഞാൻ ആലിംഗനങ്ങൾ കൊണ്ട് പൊതിയും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ ഭൂമിയിലെ സമസ്ത ഋതുക്കളെയും വസന്തമാക്കി മാറ്റിക്കൊണ്ട് പാതാളത്തിൽ നിന്ന് അമൃതേന്തുന്ന ഒരു ഗരുഡനെ പോലെ പൂത്തുയർന്ന് പ്രപഞ്ചമാകെ പനിനീര് തെളിച്ചുകൊണ്ട്, പ്രപഞ്ചമാകെ പ്രണയസംഗീതം നിറച്ചുകൊണ്ട്, പ്രപഞ്ചമാകെ അമരസംഗീതം നിറച്ചുകൊണ്ട് വയലാർ രാമവർമ്മ എന്ന ഗന്ധർവ കവി ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രേമിച്ച് ജീവിത കാമനയെ അദ്ദേഹം ദേവസ്ത്രീയാക്കി മാറ്റി. കൊതുമ്പുവെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി, നിന്റെ കൊയ്ത്തരിവാൾ തീർത്തത് ഏതൊരു കൊല്ലപ്പണിക്കെത്തി എന്ന് ചോദിച്ചപ്പോൾ കൊല്ലപ്പണിക്കെത്തി പറയുന്ന മറുപടി കേട്ടാൽ നമുക്ക് ബോധം പോകും. ഉണ്ണിയാർച്ച പെണ്ണിന് പണ്ട് ഉറുമി തീർത്ത കൊല്ലത്തി, കന്നി തുലാ കാർമുകിലിന് വില്ല് തീർത്ത കൊല്ലത്തി, പടിഞ്ഞാറേ കടലിന്റെ മുറ്റത്ത് കൊടുങ്കാറ്റിൻ പങ്ക തീർത്ത ഒരു കൊല്ലത്തി. ഇങ്ങനൊരു കൊല്ലപ്പണിക്കാരത്തി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വിപ്ലവത്തിൻ പാട്ടുകാർക്ക് വീണ തീർത്ത കൊല്ലത്തി, വയലാറിലെ കുടിലുകൾക്ക് വിളക്ക് തീർത്ത കൊല്ലത്തി, ഉദിക്കുമ്പം ചുവക്കുന്ന മാനത്ത് ഉലയൂതി തീ പടർത്തണ കൊല്ലത്തി. ഇങ്ങനെയാണ് അദ്ദേഹം ഓരോന്നും എഴുതിയത്. സരസ്വതീയാമം കഴിഞ്ഞു, ഉഷസ്സിൻ സഹസ്രദളങ്ങൾ വിടർന്നു, പെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം
ചിറകടിച്ചുണർന്നു. അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി കാലം അംഗം ജയിച്ചു വന്ന തറവാട്ടിൽ ഇതുവഴി തേരിൽ വരും ഉഷസ്സേ, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ? ഈ COVID-19 കാലത്ത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ടോ? വയലാറിന്റെ പാട്ടുകൾ പഠിപ്പിച്ചാൽ മതി. നിങ്ങൾ കവിത ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും വയലാറിന്റെ പാട്ടുകൾ പഠിച്ചാൽ ആ കുട്ടികൾ ഉപനിഷത്തുകൾ അന്വേഷിച്ചു പോകും, ഋഗ്വേദം അന്വേഷിച്ചു പോകും, നമ്മൾ വേദങ്ങളൊക്കെ അന്വേഷിച്ചു പോകും, ബൈബിൾ അന്വേഷിച്ചു പോകും, വിശുദ്ധ ഖുറാൻ അന്വേഷിച്ചു പോകും, ഷെല്ലി അന്വേഷിച്ചു പോകും, കീറ്റ്സിനെ, യേറ്റ്സിനെ, വേർഡ്സ്വർത്തിനെ, ഷേക്സ്പിയറെ, ബിത്തോവനെ, സാക്ഷാൽ ഓമർ ഖയാമിനെ, അപ്പുറത്തേക്ക് സോളമനെ, പ്രപഞ്ചത്തിൽ ഏതൊക്കെ കവിത ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ കുട്ടികൾ അന്വേഷിച്ചു പോയിക്കോളും. ഡാലിയ പൂക്കളെ ചുംബിച്ചു ചുംബിച്ചു ദാഹിച്ചുറങ്ങും പ്രിയ മനോരാജ്യമേ, ഹേമാംബരാഡംബരാംഗിയായി മേവുന്ന ഹേമന്തരാത്രി തൻ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സ്വരാമൃതമോ കയ്യിലോ മർഖയാമിന്റെ മുന്തിരിപ്പാത്രമോ, ഷെല്ലി രചിച്ചോരനശ്വര കാവ്യമോ. അല്ലെ, നോക്കത്തിൽ ആരൊക്കെ ഉണ്ട്? ഓമർ ഖയാം ഉണ്ട്, ഷെല്ലി ഉണ്ട്. കവിതയുടെ അതും കഴിഞ്ഞ് ഹേമാംബരാഡംബരാംഗിയായി നിൽക്കുന്ന അത് ലളിതാ സഹസ്രനാമ. ലളിതാ സഹസ്രനാമം പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഹേമാംബരാഡംബരാംഗിയായി നിൽക്കുന്ന എന്നൊരു സങ്കല്പം കൊണ്ടുവരാൻ പറ്റില്ല. ചഞ്ചലിത പാദങ്ങൾ, ചലിത പാദങ്ങളെയൊക്കെ കാണുന്നത് ഈ വേദേതിഹാസങ്ങളും ലളിതാ സഹസ്രനാമവും. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഹിമഗിരി കന്യക കൂവള്ള മലർമാല്യം അണിയിക്കും ആതിരരാവിൽ തരുമോ ഉലകം ചാർത്താൻ എനിക്ക് നിൻ തിരുമുടിപ്പുഴയിലെ തീർത്ഥകണം. തിരുമുടിപ്പുഴ, ശിവന്റെ തിരുമുടിപ്പുഴ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗംഗാതീർത്ഥം എന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ തിരുവെള്ളിപ്പിറയുടെ തരുമോ തിലകം ചാർത്താൻ എനിക്ക് നിൻ തിരുവെള്ളിപ്പിറയുടെ തേൻകിരണം. ഈ നക്ഷത്ര ചന്ദ്രക്കലയുടെ ഹിന്ദുക്കലാമൗലി തൃക്കൈയിൽ ഓമനിക്കുന്ന സ്വർണ്ണമാൻ പേട അങ്ങനെയാണ് സഖിയാവുന്നത്. ശക്തിമയം, ശിവശക്തിമയം, കോടി സൂര്യപ്രഭ വിടർത്തി കാരണജലധി തിരയുടർത്തി ആഗമ നിഗമ പ്രണവമന്ത്രത്തിൽ നിന്ന് ആദിപരാശക്തി അവതരിച്ചു. ദേവി കന്യാകുമാരി എന്നൊരു സിനിമയിലെ പാട്ടാണ്. ഇങ്ങനെ എത്രയെത്രയോ സന്ദർഭങ്ങളാണ്, എത്രയെത്രയോ ഭക്തി. പൊള്ളയായോരുടുക്കുമായി പേട്ടതുള്ളി പാട്ടുപാടി 18ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാരനായ കവി എഴുതിയതാ. ഓട്ടൂർ ഉണ്ണിനമ്പൂരിപ്പാടിന് പോലും ഇത്ര ഭക്തിസാന്ദ്രമായ കവിത എഴുതാൻ പറ്റിയിട്ടില്ല. നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, ശുദ്ധ കളഭ ചന്ദനങ്ങളാൽ അഭിഷേകം. അപ്പുറത്ത് മറ്റൊരു കവിതയിൽ പാലാഴി കടഞ്ഞെടുത്തൊരു അമൃതാണ് ഞാൻ, കാലിൽ കാഞ്ചന ചിലമ്പണിയും കലയാണ് ഞാൻ, അനങ്ങുമ്പോൾ കിലുങ്ങുന്ന ഒരരഞ്ഞാണവും നനഞ്ഞ പൂന്തുകിൽ മൂടും ഇളം നാണവും, വലംപിരി ശംഖിനുള്ളിൽ ജലതീർത്ഥവും കേളീനളിനത്തിൽ നിറയുന്ന ജലബിന്ദുവും തന്ന് പാലാഴി കടഞ്ഞ്. ഈ 14 ലോകങ്ങൾക്കും വർണ്ണിനി കണ്ടു മുനിമാരും. അല്ലെ, നോക്കൂ, ഇതിനകത്ത് ഈ ഇതിഹാസ പുരാണങ്ങളുടെ മുഴുവൻ സങ്കല്പങ്ങളും കയറി വന്നിട്ടാണ് ഈ കവിതയെ എങ്ങനെ സൗന്ദര്യ നിബിഡമാക്കുന്നത്, ദർശന ദീപ്തമാക്കുന്നത്. അത്രമേൽ ആഴത്തിൽ കവിതയെ സ്വീകരിച്ച ഒരാൾക്ക് മാത്രമേ ഇത്രമേൽ വലിയൊരു കവിയാവാൻ സാധിക്കുള്ളൂ. ഞാൻ ഓരോ പാട്ടെടുത്ത് വേണമെങ്കിൽ മണിക്കൂറിൽ വിസ്തരിക്കാം. നമ്മളൊരു പാട്ട് പറഞ്ഞാൽ ഒരു പാട്ട് നമുക്ക് വിസ്തരിച്ച് ഓരോ ദിവസവും കടന്നു പോകാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര പാട്ടുകളാണ് വയലാർ എഴുതി വെച്ചിരിക്കുന്നത്. ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം മോശം പാട്ട് എഴുതിയിട്ടുള്ളത്? തമാശ പാട്ട് എഴുതുമ്പോൾ പോലും മരുന്നോ നല്ല മരുന്ന് എന്നുള്ള പാട്ടിലൊക്കെ അരമരുന്ന്, പൊടി മരുന്ന്, പച്ചമരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിലെ വേര്, അകത്തു നിന്നും മുളച്ചു വന്ന പ്രേമത്തിന്റെ വേര് അടിച്ചു ചേർത്ത് സമം ചേർത്ത് പ്രേമമേമ്പൊടി ചേർത്ത് മടുക്കുവോളം 3 നേരം കഴിച്ചാൽ നിന്റെ ലൊട്ടിലൊടുക്കും ഒക്കെ മറി. ഇതിനകത്തൊരു കവിതയുണ്ട്. എന്തെഴുതിയാലും കറുത്ത വീഞ്ഞ് കടലിൽ വീഞ്ഞ് തിളച്ചു, മഞ്ഞിന്റെ മുടി നരച്ചു, കടലിൽ കഞ്ചാവ് പുക പരന്നു എന്നൊക്കെ എഴുതി. ഇന്നലെ രാത്രിയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് വേറൊരു കവിത പറയുന്നുണ്ട്. ഇങ്ങനെ അസംബന്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന, പണ്ടൊരു നാളിൽ പട്ടണ നടുവിൽ പാതിര നേരം സൂര്യൻ ഉദിച്ചു, പട്ടാപ്പകൽ മഹാന്മാരായി ചുറ്റി നടന്നവർ കണ്ണു തുറച്ചു, സന്മാർഗത്തിൻ കുലപതിമാരാം തമ്പ്രാക്കന്മാർ ഞെട്ടിവിറച്ചു, അവരെ തെരുവിലെ വേശ്യപ്പുരകൾക്ക് അരികിൽ കണ്ട് ജനങ്ങൾ ചിരിച്ചു, കടലിൽ നിന്ന് വലിച്ചു കയറ്റിയ കള്ളപ്പൊന്നിൻ ചാക്കുകളോടെ കവലയിലെത്തിയ കൊലകൊമ്പന്മാർ കാറിലിരുന്ന് വിയർത്തു കുളിച്ചു, കവികൾ, സാഹിത്യാചാര്യന്മാർ, വിപ്ലവകാരികൾ എന്നിവരൊക്കെ പട്ടക്കടയുടെ മുറ്റത്തേക്ക് കമഴ്ത്തി ഒഴുക്കിയ ലഹരിപ്പുഴയിൽ കാവി ഒടുത്തൊരു ഗീതായജ്ഞക്കാരൻ പട്ടര് മുങ്ങി മരിച്ചു. ഇതൊരു തമാശപ്പാട്ടായിട്ട് എഴുതിയ തുള്ളൽപ്പാട്ടാണ്. ഇതിലേതിലാണ് കവിതയില്ലാത്തത്?
എത്രയോ ഉദാഹരണങ്ങൾ, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അവസാനിക്കില്ല. അതിനും കൊടുക്കാനോ? സത്യം മയക്കുമരുന്നിന്റെ ചിറകിൽ സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ, സോക്രട്ടീസുമാർ ധ്യാനിച്ചിരിക്കും ഈ സ്വർണ സോപാനത്തിനരികിൽ, മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം എന്ന് വയലാർ പറഞ്ഞു. ഈ വിഷപാത്രം വലിച്ചെറിഞ്ഞ് അമൃതത്തിലേക്ക് പോകുന്ന ഒരു കവിയെയാണ് നമ്മൾ ആ കവിതകളിലൊക്കെ കാണുന്നത്. എത്രയോ കവിതകളിൽ സാധാരണക്കാരുടെ ജീവിതങ്ങൾ പറഞ്ഞു. വെറുത്തുകൊള്ളൂ തെണ്ടികൾ ഞങ്ങളെ വെറുത്തുകൊള്ളൂ നിങ്ങൾ, പക്ഷെ വിശന്ന വയറിൽ തീയെരിയുമ്പോൾ വീണ വായിക്കരുതേ. ജനിച്ചുപോയി മനുഷ്യനായി ഞാൻ ജനിച്ചുപോയി. ഗീതയിലുണ്ടോ, ബൈബിളിലുണ്ടോ, ഖുറാനിലുണ്ടോ പറയൂ. വിധിക്ക് പോലും ചിരി വരും ഈ ഒരു ചതഞ്ഞ വേദാന്തം, ചപ്പല വേദാന്തം എന്ന് രണ്ടും പാഠമാകാം. ഇതും വയലാർ എഴുതി. ഈ പാവപ്പെട്ടവരുടെ ജീവിതമാണ് പറഞ്ഞത്, അവരുടെ ദുഃഖമാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ കുഷ്ഠരോഗം ബാധിച്ച അവരെ കുറിച്ച് 2 നാടകത്തിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി വയലാറാണ് എഴുതിയത്. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്ന് നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്ന് നിൽക്കുമ്പോൾ, ചിറകടിച്ചൻ കൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ COVID-19 കാലത്ത് എവിടെയൊക്കെയോ മരണം വാതിൽക്കൽ ഒരു പിടി കണ്ണുനീർപ്പൂക്കളുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ച് ജീവൻ പിടയുമ്പോൾ ഇത്തിരി ദാഹജലം തരുമോ എന്ന് നമ്മുടെ സഹോദരന്മാർ വൻകരകളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇത് വയലാർ അന്ന് കേട്ടിട്ടുണ്ട്. അതാണ് വയലാറിന്റെ പാട്ടുകളിൽ. അശ്വമേധം രോഗിയെ അഡ്രസ് ചെയ്ത പാട്ടാണ്. തെക്കും കൂറടിയാത്തി തളിരു പിള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി, കുടവും വീണയും കിണ്ണവും കൊണ്ടേ കൂടെ പുള്ളോനും പാടാൻ പോയി. അല്ലെ, 4 കെട്ടിന്റെ പടിപ്പുറം മുറ്റത്ത് പണ്ട് നാവേറ് പാട്ടിന് പോയ ആ പെൺകുട്ടി പാൽ ചുണങ്ങ് പടർന്നു പിടിച്ചു, മോതിര കൈവിരൽ മുരടിച്ചു, നാഗത്താൻ കാവിലെ സർപ്പത്താന്മാരെ ഇന്നെന്തേ എന്നെ വിളിക്കാത്തു. ഇത് ഒരു രോഗിയുടെ, കുഷ്ഠരോഗിയുടെ വേദന പറഞ്ഞതാണ്. വർണ്ണ ചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വാസന്ത സന്ധ്യകളെ, ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി, എന്തിനീ മണ്ണിൽ വരച്ചു. കറുത്ത ചക്രവാളമാതിലുകൾ ചൂഴും കാരാഗൃഹമാണ് ഭൂമി. ഇപ്പോഴും അങ്ങനെ തോന്നില്ലേ? കറുത്ത ചക്രവാള മതിലുകൾ ചൂടുന്ന കാരാഗൃഹമാണ് ഭൂമി. ഈ COVID-19 കാലത്ത് തലയ്ക്കും മീതെ ശൂന്യാകാശം, താഴെ നിഴലുകൾ അലയും നരകം. ഇതാണ് ഏത് കാലത്തേക്കും പ്രസക്തമായ വരികളാണ് എഴുതി വെച്ചത്. ഈ കറുത്ത ചക്രവാള മതിലുകൾ ചൂടുന്ന കാരാഗൃഹത്തിൽ നിന്ന് മനുഷ്യന് മോചനമുണ്ടോ എന്ന ചോദ്യം വയലാർ ചോദിച്ചുകൊണ്ടിരുന്നു. മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ചലനം ചലനം ചലനം, മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ഈ ചലനമാണ്, ഇപ്പോൾ ജഡത്വമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ചലനം നിന്നുപോയി. ലോകത്തെ മനുഷ്യ ജീവിതത്തിന്റെ ചലനം നിന്നുപോയപ്പോൾ അവിടെയാണ് വയലാർ പറഞ്ഞ ചലനമാണ് മാനവ ജീവിത പരിണാമത്തിന്റെ മയൂര സന്ദേശം. ഇത് കാൾമാർക്സിൽ നിന്ന് നേരിട്ട് കടം കൊള്ളുന്ന ഒരു ആശയമാണേ. ഇത് ആശയത്തെ കവിതയാക്കി എന്നതാണ്. ഈ ഉപനിഷത്തുകൾ പറയുമ്പോൾ തന്നെ മാർക്സിനെ കണ്ടു, ഗാന്ധിയെ കണ്ടു, ലോകത്തുണ്ടായ എല്ലാ സത്യദർശനങ്ങളെയും കണ്ടു. ഇതിനൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് മനുഷ്യരാശിക്കൊരു മോചനം ആവശ്യമുണ്ട്. ഇത് പ്രണയത്തിലൂടെ എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹം നമുക്ക് തന്നു. കളിച്ചിരി മാറാത്ത കാലം, കണ്ണുനീർ കാണാത്ത കാലം, ഞാനൊരാളിനെ സ്നേഹിച്ചു പോയി, ഞങ്ങൾ പിരിഞ്ഞു പോയി. ആ പാട്ട് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? വിടരുവാൻ മോഹിച്ച പൂക്കൾ വീണുടഞ്ഞു പോയി മണ്ണിൽ, പറക്കാൻ കൊതിച്ച കിനാവിൻ തുമ്പികൾ ചിറകറ്റ് വീണുപോയി മണ്ണിൽ. ഇത് നമ്മൾ ഇന്ന് അനുഭവിക്കുക. നമ്മുടെ പറക്കാൻ കൊതിച്ച കിനാവിന്റെ തുമ്പികൾ ചിറകറ്റ് വീണ ഒരു ദുരന്ത ശ്മശാനത്തിൽ, മണ്ണോട് മണ്ണായ മോഹഭംഗങ്ങളെ ചെന്ന് തൊഴുന്ന യുഗശ്മശാനങ്ങളിൽ സത്യധർമ്മങ്ങൾ മുറിവെറ്റ് വീഴുന്നു. യുദ്ധപ്പറമ്പിലെ ഈ ശരശയ്യയിൽ ശരികെ ശരികെ സിന്ധുഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവ ഗായികെ
പാടുക നീ ഈ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. പണ്ട് നിൻ സംഗീത തീർത്ഥക്കരകളിൽ പർണകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നവർ, അദ്വൈതസാരം മുളയ്ക്കുവാൻ ഈ മണ്ണിൽ തത്വമസിയുടെ വിത്ത് വിതച്ചവർ. വീണ്ടും തളിർക്കട്ടെ ഈ സംക്രമോഷസ്സിൽ, വീണ്ടും കവചം ധരിക്കട്ടെ ഭാരതം. വിശ്വപ്രകൃതിയെ കീഴടക്കാനുള്ള വിപ്ലവം വീണ്ടും തുടരട്ടെ ഭാരതം, ഉണരട്ടെ ഭാരതം. ഭാരതത്തെക്കുറിച്ച്, വിശ്വത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് ഒക്കെ വയലാർ നമ്മോട് പറഞ്ഞു. ഞാൻ പാട്ടുകളിലേക്ക് ഇങ്ങനെ മരഞ്ചാടിയെ പോലെ ചാടുക മാത്രമാണ് ചെയ്തത്. കാരണം വയലാറിനെ കുറിച്ച് സമഗ്രമായിട്ട് പറയുക എന്നുള്ളത് മനുഷ്യസാധ്യമായ ഒരു ദൗത്യമല്ല. എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും ഇനി പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല. പാട്ടുകളെ ഒരു ഐഡിയയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെ സംക്രമണം ചെയ്തേ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര പാട്ടുകൾ, എത്രയോ സ്നേഹത്തിന്റെ നിമിഷങ്ങൾ, അനുഭൂതിയുടെ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് വയലാർ രാമവർമ്മ ജീവിച്ചു കൊതി തീരാത്ത നിമിഷത്തിൽ കടന്നുപോയത്. അതുകൊണ്ട് വാനവും ഭൂമിയും തീയും ജലവും വായുവും നിർമ്മിച്ച വിശ്വശില്പി, മണ്ണിലെ മനുഷ്യന്റെ അന്തരാത്മാവിൽ നീ നിന്നിലെ നിന്നെ കൊളുത്തി വെച്ചു. ദൈവത്തെക്കുറിച്ച് ഇതിനേക്കാൾ നല്ല സങ്കല്പം എന്താ പറയാ? വാനവും ഭൂമിയും തീയും ജലവും വായുവും നിർമ്മിച്ച വിശ്വശില്പി, മണ്ണിലെ മനുഷ്യന്റെ അന്തരാത്മാവിൽ നീ നിന്നിലെ നിന്നെ കൊളുത്തി വെച്ചു. പണ്ട് പൂന്താനം പാടിയ പോലെ തണ്ടിലേറ്റുന്നതും താഴെ നിർത്തുന്നതും നീയല്ലോ, ജന്മം തരുന്നതും തിരിച്ചെടുക്കുന്നതും നീയല്ലോ, ജന്മങ്ങളെ കൊണ്ട് പന്തടിക്കുന്നതും ഞങ്ങളിൽ ഞങ്ങൾ അറിയാതെ വാഴുന്ന നീയല്ലോ, നിന്നെ കാണുന്നതെന്നോ. താരാപഥമേ, ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവം ഇപ്പോഴും അവിടെയുണ്ടോ? കണ്ണീരിവിടെ കടലായി, ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് വയലാർ തരുന്നുണ്ട്. ഞാൻ പ്രണയത്തെക്കുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ. പ്രണയകവിതകളാണ് ഏറ്റവും കൂടുതൽ. ഇത്രത്തോളം അഗാധമായ പ്രണയ കവിതകൾ വയലാർ എഴുതിയതുപോലെ ആരും എഴുതിയിട്ടില്ല. നിൻമലർമിഴികളിൽ അഞ്ജനമെഴുതിയ നിന്റെ ശകുന്തള ഞാൻ, നിൻ പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ, നിത്യകാമുകനല്ലോ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, കരിമ്പിന്റെ വില്ലുമായി കൈതപ്പൂവമ്പുമായി കണ്വാശ്രമത്തിൽ വന്ന കാമദേവനല്ലയോ. ഈ കരിമ്പിന്റെ വില്ലുമായി വന്ന കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ വരൂ എന്ന് ഓർമ്മപ്പെടുത്തിയ 7 സമുദ്രങ്ങൾക്കകലെ 7 ആകാശങ്ങൾക്കകലെ ഏദൻ തോട്ടത്തിൽ ഒരു നാളിൽ ആദവും ഹവ്വയും ആദ്യം ചൂടിയ പാതിരാമലർ, പ്രണയത്തിന്റെ ആദ്യത്തെ മലരാണ്. ആദവും ഹവ്വയും ആദ്യം ചൂടിയ പാതിരാമലർ തൊട്ട് ഡാലിയ പൂക്കളെ ചുംബിച്ചുണർത്തിയ പൂക്കൾ വരെ പ്രണയത്തിന്റെ അചുംബിത പുഷ്പങ്ങളെ എത്രയോ നമുക്ക് വാരിക്കോരി തന്നു. നിങ്ങളുടെ ഇടയിൽ ആണിനോ പെണ്ണിനോ നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം എന്ന് ചോദിച്ചു. ഇഷ്ടപ്രാണേശ്വരി, നിന്റെ ഏദൻ തോട്ടം എനിക്ക് വേണ്ടി, 7ാം സ്വർഗം എനിക്ക് വേണ്ടി. ഇങ്ങനെ അനേകം സങ്കല്പങ്ങളുടെ വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് നമ്മെ കൂടെ കൊണ്ടുപോയ മായാജാലക വാതിൽ തുറക്കുന്ന മധുരസ്മരണകളുടെ വാതിലിന് മുമ്പിൽ നിന്ന് മന്ദസ്മിതമായ മണിവിളക്കുഴിഞ്ഞുകൊണ്ട് ഒരു മന്ത്രവാദിയെ പോലെ വയലാർ എന്ന രാക്കുയിൽ പാട്ടിന്റെ പോരാളിയായതും അക്ഷര മന്ത്രവാദിയായതും മലയാളികളായ നമ്മളുടെ ഭാഗ്യമാണ്. അങ്ങനെ ഒരു കവി ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അക്ഷരമന്ത്രവാദിയായി കേരളത്തിനുള്ളിൽ പാടുന്ന ഒരു കേരളം സൃഷ്ടിച്ചതിൽ വയലാറിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ആ മൃതസഞ്ജീവനി വരം നേടിയ കവി മരിക്കുകയില്ല, ഒരിക്കലും മരിക്കുകയില്ല. മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വയലാർ ഉണ്ടാകും. ഇനി അഥവാ കേരളം കടലെടുത്ത് പോയാൽ വയലാറിന്റെ പാട്ടുകൾ എടുത്തു വെച്ചാൽ ആ പാട്ടിൽ നിന്ന് ഒരു കേരളം ഉണ്ടാക്കാം, ആ പാട്ടിൽ നിന്ന് ഒരു ഭാരതം ഉണ്ടാക്കാം, ആ പാട്ടിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു ലോകവും ഉണ്ടാക്കാം. അതുകൊണ്ട് COVID-19 വന്ന് നമ്മളൊക്കെ പോയാലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നോഹയുടെ പെട്ടകത്തിൽ കയറുകയാണെങ്കിൽ വയലാറിന്റെ ഗാനപുസ്തകവും കൂടി പാട്ടുപുസ്തകവും കൂടി എടുത്ത് കയറണം. കാരണം നാളെ നമുക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ഭൂമി സൃഷ്ടിക്കണമെങ്കിൽ വയലാറിന്റെ പാട്ട് കൂടി വേണം. കയ്യിൽ ഒരു ഇന്ദ്രധനുസ്സുമായി ഇപ്പോഴും കാറ്റത്ത് പെയ്യുവാൻ വരുന്നുണ്ട് വയലാർ എന്ന ഗന്ധർവ കവി. അവസാനത്തെ മനുഷ്യനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത് വരെ വയലാർ ഉണ്ടാകും. വയലാറിനെ കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കാം. ഞാനൊരു ഏകാഗ്രമായിട്ടല്ല നിങ്ങളോട് പറഞ്ഞത്, കാരണം നേരത്തെ പറഞ്ഞത് ആവർത്തിക്കാതിരിക്കാൻ ചില
വഴി മാറി നോക്കി. പക്ഷെ എങ്കിലും എന്റെ ഒഴിയാബാധകൾ പോലുള്ള പാട്ടുകളൊക്കെ വീണ്ടും തള്ളിക്കയറി വന്നു. കവിതയിലേക്ക് ഞാൻ കടന്നില്ല. കടന്നാൽ പിന്നെ പാട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. ഇനിയും നമുക്ക് വയലാറിനെ കുറിച്ച് പറയാം. കമുകറയുടെ പേരിലാണ് ഇപ്പൊ ശിവേട്ടന്റെ ഒക്കെ നേതൃത്വത്തിൽ കമുകറ എന്ന അതുല്യനായ പാട്ടുകാരന്റെ പേരിലാണ് നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ നടത്തുന്നത്. കമുകറ അനശ്വരനായ ഒരു പാട്ടുകാരനായിരുന്നു. എനിക്ക് എന്നും ഇഷ്ടമുള്ള ഒരാളാണ്. സംഗീതമേ ജീവിതം, ആ രാഗത്തിൽ ലേശം അനുരാഗം വേണം, ആരോമലാളൊന്ന് അത് ഏറ്റുപാടണം, ഇല്ലാ ധനം സ്ഥാനം ഈ ലോകമ ലീല, അല്ലെ? എല്ലാം മറഞ്ഞാലും ആ പാട്ട് സംഗീതം ഉണ്ടെങ്കിൽ സംഗീതമേ ജീവിതം. പാട്ട് കേൾക്കുകയും പാട്ട് കേൾപ്പിക്കുകയും പാട്ട് പാടുകയും പാട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നവർ മറ്റൊന്നുമായില്ലെങ്കിലും ക്രിമിനലുകളായി മാറുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയും. പാട്ട് കേൾക്കുകയും പാട്ട് കേൾപ്പിക്കുകയും പാട്ട് പാടുകയും പാട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നവർ മറ്റൊന്നുമായില്ലെങ്കിലും ക്രിമിനലുകളാവുകയില്ല. അവരൊരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. അവർക്കൊരിക്കലും മാനസിക രോഗം വരികയില്ല. പക്ഷെ എല്ലാവരും കൂടി കേൾക്കണം. ഞാനിപ്പോ കാണുന്നത് എല്ലാവരും ചെവിയിലേക്ക് മാത്രം കുത്തി വെച്ചിട്ടാണ് പാട്ട് പോലും കേൾക്കുന്നത്. ഞാൻ കേൾക്കുന്ന പാട്ട് ഒരു തുള്ളി പോലും ചോർന്ന് ശിവേട്ടൻ കേൾക്കരുത് എന്ന് അത്ര നിർബന്ധമുള്ളത് കൊണ്ട് എന്റെ ചെവിയിലേക്ക് തന്നെ പാട്ട് കുത്തിക്കെറ്റി ഇയർഫോണിലൂടെ പാട്ട് കേൾക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇപ്പൊ നമുക്ക് അതേ നിവൃത്തിയുള്ളൂ. നമ്മൾ പരമാവധി വീട്ടിലുള്ളവരെ മുഴുവനെങ്കിലും കേൾപ്പിക്കണം. പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഞാൻ വാരണാസിയിൽ വെച്ച് ഒരു സംഗീതത്തിനെ കണ്ടുമുട്ടി. ഗംഗാനദിയുടെ കരയിലിരുന്ന് താടി മുടി നീട്ടിയ ഒരു ഋഷീശ്വരനെ പോലെ അദ്ദേഹം സിത്താർ വായിക്കാൻ. ഞാൻ രാവിലെ കണ്ടപ്പോൾ അദ്ദേഹം സിത്താർ വായിക്കാൻ, ഉച്ചയ്ക്ക് അതിലെ പോകുമ്പോഴും അദ്ദേഹം അവിടെ സിത്താർ വായിക്കും. വൈകുന്നേരം പോകുമ്പോഴും ഒരു മനുഷ്യനില്ല. ഗംഗാനദിയുടെ കരയിലിരുന്ന് ഏതാണ്ട് 12 മണിക്കൂറോളം സിത്താർ വായിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ അവിടെ കണ്ട ഒരാളോട് ഞാൻ ചോദിച്ചു, ഇത് ആരെ കേൾപ്പിക്കാനാണ് ഈ മനുഷ്യൻ ഈ ഗംഗയുടെ തീരത്തിരുന്ന് ഇങ്ങനെ രാവിലെ തുടങ്ങിയതാണല്ലോ, ഇത് ആരെ കേൾപ്പിക്കാനാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഞാൻ മരണം വരെ മറക്കില്ല. അത് ഗംഗയെ കേൾപ്പിക്കാനാണ്, അത് പ്രപഞ്ചത്തെ കേൾപ്പിക്കാനാണ്, അത് പ്രകൃതിയെ കേൾപ്പിക്കാനാണ്. സമസ്ത ചരാചരങ്ങളും അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കുന്നുണ്ട്. അഹങ്കാരമില്ലാതാകാൻ ലോകത്ത് ആകെ ഒരു സംവിധാനമേ ഉള്ളൂ, അത് സംഗീതമാണ്. പാട്ട് കേട്ടാൽ, പാട്ട് ആത്മാവിൽ തട്ടി ആസ്വദിച്ചാൽ നമ്മൾ അഹങ്കാരികളല്ലാതെയാവും. നമുക്ക് ശേഷവും ഈ ലോകം നിലനിൽക്കും എന്ന് നമുക്ക് ഓർമ്മ വരും. പക്ഷേ നമ്മിലൂടെ ഈ ഗാനമഹാനദി, വയലാർ നമുക്ക് തന്ന ഈ പ്രപഞ്ച മഹാനദി, ഒരു വർണ്ണ കൊളാഷ് സൃഷ്ടിച്ച് തടം തല്ലി പാഞ്ഞു പോകുന്ന ഈ ഗാനനദി അനന്തര തലമുറകളിലേക്ക് ഒഴുകി പരക്കണം. ഈ ചില്ലി ചിക്കൻ പീസായി കൊത്തി നുറുക്കുന്ന കാമുകന്മാരല്ല. ഈ പറയുന്നത് പോലെ വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ, വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ, കാറ്റത്ത് കസവത്തുരിയം വിലഞ്ഞും കളിയരഞ്ഞാണം അഴിഞ്ഞും മല്ലികാ പുഷ്പശരച്ചെപ്പ് കിലുക്കിയും അവൾ വരുമ്പോൾ ഞാനും സ്വയംവര മേനകയും തിരിച്ചാവാം, ഞാനും എന്റെ കാമുകനും ആ നൃത്തം അനുകരിക്കും. സ്വപ്നങ്ങൾ ആപാദരമണീയമാക്കും. അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കൾ സ്വപ്നങ്ങളെ ആപാദരമണീയമാക്കുക. നല്ല ഓർമ്മകൾ സംഭരിച്ച് വീണ്ടും വീണ്ടും ആ ഓർമ്മകളിലേക്ക് ഊളിയിടുക. COVID-19 എന്ന് തീർന്നാലും നമ്മൾ ആത്മഹത്യ ചെയ്യുകയില്ല, നമ്മൾ വിഷാദ രോഗികളാവുകയില്ല. നമ്മൾ പാട്ടിന്റെ മഹാവസന്തത്തിൽ വയലാർ തന്ന സ്വപ്ന സന്നിഭമായ സ്നേഹത്തിന്റെ കൂടെ ഉണ്ടാകും. സ്നേഹം 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 എന്ന് ജപിക്കുമ്പോൾ ഏകം 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 എന്ന് പ്രതിധ്വനിക്കും. അങ്ങനെ ഏകമായ സ്നേഹത്തിന്റെ മൃതസഞ്ജീവനി വരം തന്ന വയലാറിന്റെ മരണമില്ലാത്ത സ്മരണകൾക്ക് മുമ്പിൽ ഹൃദയം കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട്, സാമാന്യം ദീർഘിച്ചു ബോറടിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കണം. കുറച്ചധികം നിങ്ങളോട് പറഞ്ഞു. ഇത് നിർത്താൻ കഴിയാതെ പോയതാ. ഇപ്പോഴും എനിക്ക് നിർത്താൻ കഴിയുന്നില്ല, ബ്രേക്ക് ഇടാൻ പറ്റുന്നില്ല. വയലാർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ തൽക്കാലം സുജനമര്യാദ പാലിച്ച് ബ്രേക്ക് ഇടുകയും വീണ്ടും കമുകറ ഫൗണ്ടേഷനിലെ നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് വന്ന് കാണാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എന്തായാലും കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് വാക്കുകളുടെ ഒരു ഗംഗാ പ്രവാഹമാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങയുടെ വാക്ക് തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം സംഗീതാസ്വാദകരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ അഹങ്കാരം ഇല്ലാത്ത കുറെ ആൾക്കാരാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും തൃപ്തിയായിട്ടില്ല. ഇനി ഒരിക്കൽ കൂടെ ഞങ്ങളോട് വരണം. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും പറഞ്ഞ കാര്യം അത്രയ്ക്കധികം ആസ്വദിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ളായിരുന്നു. നമുക്ക് ഇത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചില ആൾക്കാരുടെ ചില പ്രതികരണങ്ങളൊക്കെ നമ്മുടെ ദേവപ്രസാദിനെ അറിയാം. ദേവപ്രസാദ് SBTയുടെ GM ആയിരുന്നു. ലീലാകൃഷ്ണൻ അന്ന് കോട്ടയത്ത് നമ്മുടെ
രാഗേന്ദു സാറിന് അവാർഡ് കൊടുത്തപ്പോഴേ അദ്ദേഹം ഉണ്ടായിരുന്നു. പ്രസാദ് സംസാരിക്കാം. ഗുഡ് ഈവനിങ്. വളരെ ഗംഭീരമായ ഒരു വാക്കായിരുന്നു, ഒരു സദ്യ തന്നെയായിരുന്നു. ഈ പറഞ്ഞതുപോലെ വാക്കുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. അങ്ങയുടെ കൂടെ സ്റ്റേജ് പങ്കിടുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിന്റെ ഒരു ഭാഗ്യമാണ്. കാരണം രാഗേന്ദു എന്ന ചടങ്ങില് തമ്പിച്ചേട്ടനെ ആദരിക്കുന്ന ആ ചടങ്ങിൽ അന്ന് SBTയുടെ വകയായിട്ടായിരുന്നു ക്യാഷ് അവാർഡ് കൊടുത്തത്. അപ്പൊ അത് ആ ചെക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞാനാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്നത്തെ ആ പ്രഭാഷണം എന്ന് പറയുന്നത്. അത് കൂടാതെ മാമ്പഴത്തില് ഗസ്റ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, കൈരളി സ്റ്റുഡിയോയിലും വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കാണുവാൻ സാധിച്ചതിലും ഇന്നത്തെ ഗംഭീരമായ വയലാറിന്റെ ഗാനങ്ങളിലൂടെയുള്ള ആ യാത്ര എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നന്ദി. ശിവൻചേട്ടൻ പറഞ്ഞതുപോലെ വീണ്ടും വരണം, വീണ്ടും കാണാം. നമസ്കാരം. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തായാലും മോഹൻദാസ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന്റെ ബ്രദറിലെയാണ്, ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. മോഹൻദാസും ബാങ്കുകാരനായിരുന്നു, RBIന്റെ AGM ആയിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ബാങ്കുകാരായതുകൊണ്ട് കൂടുതൽ സന്തോഷമുണ്ട്. നമസ്കാരം സാർ. ലീലാകൃഷ്ണൻ. വളരെ ചുരുക്കി പറഞ്ഞാൽ അതീവ ഹൃദ്യമായിരുന്നു. അതിന്റെ വാച്യാർത്ഥത്തിലും വ്യംഗ്യാർത്ഥത്തിലും അത് അതീവ ഹൃദ്യമായിരുന്നു. ഇതുപോലെ വയലാറിനെ പറ്റി ഇത്രയും ഗഹനമായ ഒരു പ്രഭാഷണം ഞങ്ങൾ അടുത്തയിടെയെങ്കിലും കേട്ടിട്ടില്ല. കാരണം ഞങ്ങളുടെ മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തില് പലപ്പോഴും ഭാസ്കരൻ മാസ്റ്റർ, വയലാർ സാറ്, വയലാർ സാറ് ഇവരെയൊക്കെ അവരുടെ കാവ്യ സംഭാവനകളെ പറ്റി പല പ്രഭാഷണങ്ങളും വച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഗഹനമായിട്ട് ഇത്രയും പഠനാത്മകമായ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്ത ഒരു സ്പീച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ശ്രീ ശിവൻ സൂചിപ്പിച്ചതുപോലെ എല്ലാം പാട്ട് ആസ്വാദകരാണ്, പ്രത്യേകിച്ചും പഴയ പാട്ടുകൾ. ഞങ്ങളുടെ ക്ലബിൽ തന്നെ ഒരു 25 കൊല്ലത്തിന് മുമ്പുള്ള പാട്ടുകൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ തലമുറയിലുള്ള എല്ലാ കവികളും അതിനകത്ത് ഉൾപ്പെടും. ഗാനരചയിതാക്കളായിട്ടുള്ള കവികളെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പൊ ഈ വയലാറിന്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളും നമ്മൾ ഓരോ കാവ്യമായിട്ട് ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നവരാണ്. അപ്പോ താങ്കളുടെ ഈ പ്രഭാഷണം കേട്ടതിൽ നിന്ന് ആ ഓരോ കാവ്യവും സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രചോദനമായത് എന്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ അത് തീർച്ചയായിട്ടും അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വയലാറിന്റെ പാട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുന്നു. ഇപ്പൊ കാളിദാസനായാലും ഉള്ളൂരായാലും വള്ളത്തോളായാലും കുമാരനാശാനായാലും മറ്റ് ലോകത്തുള്ള മറ്റു കവികളായാലും മറ്റുള്ള കവികളുടെ സൃഷ്ടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇദ്ദേഹം എഴുതിയത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി യാതൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിന്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ കൂടി ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് അങ്ങനെ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞങ്ങളെ പ്രലോഭിപ്പിച്ച താങ്കൾക്ക് ശ്രീരഞ്ജനി കുടുംബത്തിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അത് മാത്രമല്ല ഈ പ്രഭാഷണം ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് എല്ലാവരും കേൾക്കുന്ന മാത്രമല്ല ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് ഇതാണ്, തീർച്ചയായിട്ടും ഇത് പഠിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതിയിൽ അതിനെ ബന്ധപ്പെടുത്തി അത് തീർച്ചയായിട്ടും ആ താങ്കളുടെ ഈ പ്രഭാഷണം പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ അതും അതിമനോഹരമായി താങ്കൾ അത് ആലപിക്കുകയും ചെയ്തു. ഉദാഹരണം ഇത് വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചു. ശ്രീരഞ്ജനി കുടുംബത്തിന്റെയും ഇവിടെ SBT ഓർമ്മക്കൂടിന്റെയും പിന്നെ ഓർബിറ്റിന്റെ ആൾക്കാരുണ്ടല്ലേ ശിവൻ? ഇല്ല, ഇവർ രണ്ടുപേരല്ല, മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും പേരിൽ താങ്കൾക്ക് എല്ലാവിധമായ നന്ദിയും കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇനി ഞങ്ങൾക്ക് ഈ വെർച്വൽ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടൊരു പ്രോഗ്രാം, ഈ കോവിഡിന്റെ സീസണൊക്കെ മാറിയിട്ട് ഞങ്ങളുടെ ക്ലബില് തീർച്ചയായിട്ടും വന്ന് നമുക്ക് ഡയറക്റ്റ് പരസ്പരം കണ്ട് സംശയങ്ങൾ ദൂരീകരിച്ച് നമുക്കത് ശരിക്കും ഒരു ആസ്വാദനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സായാഹ്നം ഇനിയും ഒരുക്കിയെടുക്കണം. അതിന് താങ്കൾ സന്മനസ് കാണിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതായാലും
എല്ലാവരുടെയും പേരിൽ ഒന്നുകൂടി ഞാൻ ഞങ്ങളുടെ കടപ്പാടും നന്ദിയും എല്ലാം അറിയിക്കുന്നു. നമസ്കാരം. നമുക്ക് അമേരിക്കയിൽ നിന്ന് ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാളുണ്ട്, ബോംബെ നിന്നുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്, പല പരിച്ഛേദമാണ്. രാജേന്ദ്രൻ എന്താ പറയാനുണ്ട്? രാജേന്ദ്രൻ, കാലത്ത് കേട്ട പ്രഭാഷണങ്ങളിലും വയലാറിനെ പറ്റി കേട്ടിട്ടുള്ള ഒരുപാട് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും എൻ്റെ മനസ്സ് അങ്ങ് എവിടെയോ പോയി കഴിഞ്ഞു വയലാറിന്റെ കൂടെ. അത്രയും എന്നെ പിടിച്ച് നിർത്തുകയും ഇദ്ദേഹം ഇനിയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ശ്രീരഞ്ജനിയിൽ വന്ന് ഇതേ കണക്ക് ഞങ്ങളെ ആനന്ദിപ്പിക്കാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആലംകോട് ലീലാകൃഷ്ണൻ എന്ന കവിയെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്, അദ്ദേഹത്തെ വായിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്നുകൂടി അദ്ദേഹത്തിന്റെ ഒരു കവിത ഞാൻ വായിച്ചു. യാത്ര എന്ന് പറഞ്ഞ് മാതൃഭൂമി ഓണപ്പത്തിൽ വന്ന കവിത, അതിമനോഹരമായ ഒരു കവിത. ആ കവിയെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ അനുഗ്രഹീതനായ ഒരു ഗായകൻ ഇദ്ദേഹത്തിൽ ഒളിഞ്ഞിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. കവിതയും സംഗീതവും ചേർന്നാൽ സ്വർണവും സുഗന്ധവും ചേരുന്നത് പോലെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അനുഗ്രഹീതമായ അനുഗ്രഹത്തിന്, ഈ ധന്യമായ അനുഗ്രഹത്തിന് ആരോടൊന്ന് പറയണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. വയലാറിൻ്റെ കാവ്യഭൂമികയിലൂടെ അദ്ദേഹം നടത്തിയ തീർത്ഥയാത്രയിൽ ഒരു സഹയാത്രികനാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. വയലാർ മരിച്ച് അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു എന്ന് തന്നെ നമുക്ക് ധരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ 50 54 വയസ്സ് പ്രായമുള്ളൂ. ദീർഘകാലം ജീവിച്ചിരുന്ന് അനേകായിരം കവിതകൾ സൃഷ്ടിക്കേണ്ട ഒരു ധന്യ ജീവിതമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ വയലാർ കവിതകൾ, വയലാറിന്റെ പാട്ടുകൾ, കവിതകളല്ല, വയലാറിന്റെ സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കുമ്പോ, കേൾക്കുമ്പോ ഞാൻ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് സിനിമ എന്ന മോഹവലയത്തിൽപ്പെട്ട് വയലാർ സിനിമ പാട്ടുകളുടെ ഒരു ഇടുങ്ങിയ പന്ഥാവിൽ കൂടി സഞ്ചരിക്കാൻ പ്രേരിതനായി? ചങ്ങമ്പുഴയെപ്പോലെ അല്ലെങ്കിൽ അതുപോലെ ജി ശങ്കരക്കുറുപ്പിനെ പോലെ സർഗശേഷിയുള്ള അനുഗ്രഹീതനായ വയലാർ എന്തുകൊണ്ട് കുറെ കൂടി കാമ്പുള്ള കവിതകൾ അതിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചിട്ടില്ല? ഞാൻ പലപ്പോഴും ആ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇന്ന് ഞാൻ ആലങ്കോട് ലീലാകൃഷ്ണനോട് ചോദിക്കുകയാണ് ഒരു ഉത്തരത്തിന് വേണ്ടി. അങ്ങയുടെ പ്രഭാഷണം വളരെയധികം മനോഹരമായിരുന്നു. അങ്ങേയറ്റം ഞാനത് ആസ്വദിച്ചു. അപ്പോഴും എൻ്റെ ഈ ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിന് ഒരു പക്ഷേ ചുരുങ്ങിയ വാക്കുകളിൽ അതിനൊരു ഉത്തരം തരാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. തീർച്ചയായും സർ, പലർക്കും ആ സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 20 വർഷത്തോളമേ അദ്ദേഹം സിനിമ പാട്ടുകളിൽ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സർഗസംഗീതമൊക്കെ പോലുള്ള മികച്ച കാവ്യങ്ങൾ അദ്ദേഹത്തിന്റെ 20ാമത്തെ 22ാമത്തെ വയസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സർഗസംഗീതം 20 വയസ്സിന് മുമ്പ് വന്നു തോന്നുന്നു. ധാരാളം കാവ്യങ്ങൾ അദ്ദേഹം എഴുതി. പക്ഷെ സിനിമ ആ കാലത്ത് ഈ മികച്ച കവികളെ പലരെയും സിനിമയുടെ പാട്ടെഴുത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കണക്കിന് മറ്റൊരു ഗുണമുണ്ടായി. അദ്ദേഹത്തിന് ഒരു ലോക കവിയാകാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പോയെങ്കിലും നമ്മളെപ്പോലുള്ളവർക്ക് പാട്ടിൽ വലിയ കാവ്യ സംസ്കാരം സൂക്ഷിച്ചു കിട്ടി. ഇപ്പൊ നമ്മള് കവിത ആസ്വദിക്കുന്നവർ പക്ഷെ ആശാനും വെള്ളത്തോളിനെയും ഒക്കെ വായിച്ച് കാവ്യമാർഗത്തിൽ പോകും. സാധാരണ ലേമന് ഒരു കവിതയുടെ മാനദണ്ഡം ഉണ്ടാക്കി കൊടുക്കാൻ വയലാറും ഭാസ്കരനും ONV ഒക്കെ കൂടിയാണ് പങ്കുവച്ചത്. ONV സാറിനെ പോലെ അദ്ദേഹം സവ്യസാചി ആയില്ല. 47 വയസ്സിന് മുമ്പ് മരിച്ചു. വാസ്തവത്തിൽ സിനിമയുടെ ഒരു വല്ലാത്ത തിരക്കിൽ അദ്ദേഹം ആകണ്ഠം മുങ്ങിപ്പോയി. ഈ 20 കൊല്ലത്തിനുള്ളിലാണ് ഇത്രയേറെ പാട്ടുകൾ എഴുതിയത്. അപ്പൊ മനുഷ്യസാധ്യമായ അത്രയും ഊർജം അദ്ദേഹത്തിന് സിനിമ പാട്ടിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. സിനിമ പാട്ടിൽ അദ്ദേഹം അപ്പോഴേക്കും വയലാറിന്റെ പാട്ടുകൊണ്ട് മാത്രം സിനിമ വിജയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നടനോ സിനിമയുടെ കഥയോ തിരക്കഥയോ ഒന്നും പ്രശ്നമല്ല, പാട്ട് മാത്രം വെച്ച് കുഞ്ചാക്കോയൊക്കെ ധാരാളം സിനിമകളിൽ 10ഉം 12ഉം പാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ്
സിനിമ പരാജയപ്പെടാതിരിക്കാൻ കാരണം പാട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആ കാലത്തെ സിനിമയുടെ എന്താ പറയാ വസന്തകാലത്തെ ഒരു ലാവണ്യ ചേരുവയിലെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വയലാർ മാറിപ്പോയി. പിന്നെ അദ്ദേഹത്തിന് അതിന് മോചനം കിട്ടുമ്പോഴേക്കും അദ്ദേഹം ഈ ലോകം വിട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് നഷ്ടം മലയാള കവിതയ്ക്ക് ഉണ്ടായിട്ടുണ്ടില്ല ഞാൻ പറയുന്നില്ല. ഇവിടെ സംശയം ന്യായമാണ്. എങ്കിലും ഗാനങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ സമാധാനിക്കല്ലാതെ ഇനിയിപ്പോ നമുക്ക് നിർത്തിയില്ലല്ലോ. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ കേൾക്കാമോ? കേൾക്കാം. പരേഷൻ വിളിച്ചിട്ട് ചേട്ടാ പറഞ്ഞു. എനിക്കൊരു സംശയം, മലയാള ഭാഷ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? കാരണം താങ്കളുടെ സംഭാഷണത്തിനെ വിലയിരുത്താൻ പറ്റിയ ഒരു ഭാഷാജ്ഞാനം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി പറയുന്നില്ല. പിന്നെ മറ്റൊരു ചോദ്യം, ഇത്രയും കഴിവുകളും അവർണ്ണനീയമായ സൗന്ദര്യമുള്ള താങ്കളെ എത്ര പെൺകുട്ടികൾ പ്രേമിച്ചു കാണും? അതൊരു കടന്ന ചോദ്യമാണ്. ഇവിടെ വീട്ടിനകത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ചുമരുകൾക്ക് കാതുകളുള്ള കാലമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണുമ്പോൾ രഹസ്യമായി പങ്കുവയ്ക്കുന്നതാണ് നല്ലത്. സാർ സംസാരിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. സാറേ, സാറിന്റെ ഈ മാമ്പഴം പരിപാടി ഞാൻ കാണുമായിരുന്നു. സാർ ചേച്ചിയായിട്ടുള്ളത് ആണ് പ്രധാന കാരണം. പാട്ട് മറ്റേ മാമ്പഴം കവിതകൾ കേൾക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സാർ ആ കവിതകളെ കുറിച്ച് പറയുന്നതും സാറിന്റെ മധുര തരളിതമായിട്ടുള്ള വാക്കുകൾ കേൾക്കാനും വേണ്ടി ഞാൻ അതിന് കാതോർത്തിരിക്കുമായിരുന്നു. ഇപ്പോ ഞാനിപ്പോ സാറിന്റെ ഈ സംഭാഷണം മുത്തുകൾ പെറുക്കി വെക്കുന്ന പോലെ വാക്കുകൾ പെറുക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കവിതകളും പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഈ അന്തം വിടൽ എപ്പോഴാണ് മാറുന്നത് എനിക്കറിയില്ല. വളരെ സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഏതാണ്ട് 2 മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ ഈ മാനസിക വിഷമങ്ങൾ ഉള്ള ആൾക്കാർക്ക്, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉള്ളവർക്ക് സാറിന്റെ പ്രഭാഷണം കേട്ടാല് ഇറ്റ് ഹാസ് ഗോട്ട് എ തെറാപ്പറ്റിക് എഫക്ട്. ഞാനിത് തമാശയായിട്ട് പറഞ്ഞതല്ല, ഇറ്റ് ഹാസ് ഡെഫിനറ്റ്ലി. കാരണം മനസ്സിന്റെ താളമാണ് ഈ താളം തെറ്റുന്ന മനസ്സുകളാണല്ലോ ഈ മാനസിക പ്രശ്നങ്ങളുള്ളത്. അവരുടെ ആ താളങ്ങള് സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് സാറിന്റെ ടോക്കിന് വരും. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എനിക്ക് സാറിന്റെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം. എനിക്ക് ഇതിന്റെ 100-1 പോലും പറയാൻ പറ്റൂലല്ല എന്നോർത്ത് വിഷമിക്കുന്നു. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ താങ്ക് യു സോ മച്ച്. ഞങ്ങളെ എല്ലാവരും ഇത്രയും രസിപ്പിക്കുകയും ഇത്രയും സന്തോഷിപ്പിക്കുകയും മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ ഇത്രയും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ വയലാറിന്റെ കവിത ഈ പാട്ടുകളൊക്കെ ഞാൻ പാടി നടക്കുമ്പോൾ ഇതിന്റെ അകത്തുള്ള അർത്ഥങ്ങളും കാര്യങ്ങളും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ഐ തിങ്ക് ഐ വിൽ ലിസൺ ടു യു ബിക്കോസ് ദിസ് ഇസ് ബീങ് റെക്കോർഡഡ്. ഐ വിൽ ലിസൺ ടു യു ആൻഡ് ഐ വിൽ സ്റ്റഡി മോർ. വി വിൽ ബി ഏബിൾ ടു എൻജോയ് ദി സോങ്സ് ഓഫ് വയലാർ മോർ than ever after hearing you. So thank you so much. അതുകൊണ്ട് നമ്മുടെ ശങ്കരനുണ്ണി എൻ്റെ ഒരു സുഹൃത്താണ്. ശങ്കരനുണ്ണിയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അദ്ദേഹം കാരണമാണ് ലീലാകൃഷ്ണനെ നമുക്ക് ഇവിടെ കിട്ടിയത്. ശങ്കരനുണ്ണിക്ക് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? മനോഹരനാണ്. ഒന്ന് ചോദിച്ചോട്ടെ? പറഞ്ഞോ. നമസ്കാരം സാർ. പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ നാടിന്റെ അടുത്ത് ജോലി ചെയ്ത ഒരാളാണ്. ചങ്ങരംകുളം ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ചങ്ങരംകുളം SBT ഉണ്ടായിരുന്നു. ഇപ്പൊ ഗോപാലിനെ അറിയാം? ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഗോപാലൻ മരിച്ചുപോയി. അതൊന്ന് സാന്ദർഭികവശാൽ പറഞ്ഞേ ഉള്ളൂ. ഏതായാലും ഇത്ര നേരം എല്ലാവരും സാർ സംസാരിച്ച രീതിയെ പറ്റിയും വയലാർ ഗാനങ്ങൾക്ക് നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല, ഇപ്പൊ മറ്റൊരു കാഴ്ചപ്പാടും കൂടെ ഞങ്ങൾക്ക് വന്നു എന്നുള്ള മോഹൻദാസ് സാറെ സൂചിപ്പിച്ചു. ഞാൻ പക്ഷെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നപ്പോ സാറിലെ ഗായകനെ പറ്റിയും ഇവിടെ ആരോ പരാമർശിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മധു കൈതപ്രത്തിന്റെ ഏകാന്തം
എന്നുള്ള സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് താങ്കളാണല്ലോ. അതെ അതെ. പിന്നീട് അങ്ങോട്ട് ഈ ആ മേഖലയിൽ കൈവച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? സിനിമ പിന്നെ ജോലി, ബാങ്കിലെ ജോലി, പിന്നെ സിനിമയുടെ അനിശ്ചിതത്വം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഗാംബ്ലിങ്ങിന്റെ കൂടെ പോകാൻ പറ്റിയില്ല. 1-2-3 പടത്തിന് സ്ക്രിപ്റ്റ് എഴുതി, കുറച്ച് പടത്തിന് പാട്ടും എഴുതി. പിന്നെ ഞാനതങ്ങ് ഒരു അംബീഷനാക്കി എടുത്തില്ല. എന്തായാലും ഇനിയും തിരക്കഥകൾ താങ്കളുടെ തൂലികയിൽ നിന്ന് വരട്ടെ എന്ന് എന്താ പറയുക പ്രാർത്ഥിക്കുന്നു. അതേസമയം ഈ ഇത്രയും നേരം ഞങ്ങളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിച്ചതിന് വളരെ വളരെ എന്റെ വ്യക്തിപരമായ പേരിലും ശ്രീരഞ്ജനിയുടെ കൂടെ പേരിലും നന്ദി പറയുന്നു. മോഹൻദാസ് സാറ് വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു. കാരണം നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ പാട്ട് ആസ്വദിക്കുമ്പോൾ കണ്ട അർത്ഥതലങ്ങളല്ല, എവിടെ നിന്നൊക്കെയാണ് വയലാർ കവിതയെ സ്വാംശീകരിച്ചത്, ഗാനങ്ങളിലേക്ക് സ്വാംശീകരിച്ച് കൊണ്ടുവന്നതെന്നെല്ലാം നമുക്ക് വിശദമായി പറഞ്ഞു. വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഇനി നേരിട്ട് കാണാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശ്രീരഞ്ജനിയുടെ മെമ്പേഴ്സ് ലോഗ് ഔട്ട് ചെയ്യരുത്, ഇത് കഴിഞ്ഞിട്ടൊന്ന് കാണണം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ സാർ പറഞ്ഞോളൂ സാർ. നമസ്കാരം ശ്രീ ലീലാകൃഷ്ണൻ. നമസ്കാരം. ഞാന് ഈ ഇതിനെപ്പറ്റി പറഞ്ഞ ഇത് പരിപാടി അതീവ ഹൃദ്യമായിരുന്നെങ്കോ അതിഗംഭീരമായിരുന്നോ എന്നൊന്നും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. പക്ഷെ പറഞ്ഞ അഭിപ്രായങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, നേരത്തെ ഇപ്പൊ പടമാടൻ സാർ പറഞ്ഞു, ജസ്റ്റിൻ പടമാടൻ പറഞ്ഞു, ഈ സാധാരണ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ വിചാരിക്കും ഒന്ന് അവസാനിച്ചിട്ട് തരക്കേടില്ല, ഇന്ന് ഉള്ളിന്റെ ഉള്ളിൽ തോന്നും, പറയത്തില്ലെങ്കിലും തോന്നും. പക്ഷേ ഇത് തൽക്കാലം ഉടനെ ഒരു മണിക്കൂറോ പോയാൽ സാരമില്ല, തൽക്കാലം ആഹാരം കഴിച്ചില്ലേ വേണ്ടില്ല, അവസാനിക്കരുത് എന്ന ചിന്ത മനുഷ്യനും. ഇതാണ് അത്ഭുതകരമായ പ്രഭാഷണ കല. ഏതായാലും ആ ഒരു കാര്യം മാത്രം ആവർത്തിക്കുന്നു. ഒരു ചെറിയൊരു കാര്യം കൂടെ, ഞാൻ നിങ്ങളുടെ ജില്ലയിൽ ഒരു കളക്ടറായിട്ട് വർക്ക് ചെയ്ത ആളിന് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു, പ്രേമചന്ദ്രക്കുറുപ്പ്. നമ്മൾ ഒന്നിച്ചൊരു വേദി പങ്കിടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാലം കുറയായി, അതെ. ഏതായാലും ഈ ഒരു പരിപാടിക്ക് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ആരോ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ വെർച്വൽ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒക്കുന്ന സമയത്ത് ഒരിക്കൽ നേരിട്ട് ഒരു നല്ല പ്രഭാഷണത്തിന് നമ്മുടെ ശ്രീരഞ്ജനിയുടെ മുമ്പിൽ എത്താൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എല്ലാ വിജയങ്ങളും നേരിടുന്നു. എങ്ങനെങ്കിലും മലപ്പുറത്ത് ഈ ഭരണക്കുന്ന കാലത്ത് ഞാൻ തീർച്ചയായിട്ടും അവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. താങ്ക് യു. തീർച്ചയായും സന്തോഷം. വേണു എന്തായാലും സംസാരിക്കട്ടെ. വേണു വേണുഗോപാൽ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇത്ര സമയം പോയത് അറിഞ്ഞില്ലേ? പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും വയലാറിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. ആലപ്പുഴ ജില്ലക്കാരനാണ് ഞാൻ. പിന്നെ ഒരു കാര്യം കൂടെ, പള്ളാത്തുരുത്തി ആറും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, സംശയിക്കണ്ട, ആറുണ്ട്. അപ്പൊ ഞാൻ അവിടെ കുട്ടനാട്ടുകാരനാണ്. വളരെ മനോഹരമായി ഇത്ര സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളുടെ ഇവിടെ സമയം വളരെ വൈകുകയും ചെയ്തു, പക്ഷെ ഞങ്ങൾ ഇത്ര സമയം പോയത് അറിഞ്ഞില്ല. വളരെ സന്തോഷമുണ്ട്. ഇനി എല്ലാവരും പറഞ്ഞ പോലെ വീണ്ടും ഒരിക്കൽ നേരിട്ട് കാണാനും താങ്കളുടെ പ്രഭാഷണം കേൾക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വേണുഗോപാൽ. നമസ്കാരം. ഞാനും ഒരു ആലപ്പുഴ ജില്ലക്കാരനാണ്. കുട്ടനാട് അല്ലെങ്കിലും ഹരിപ്പാട്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും SPTയിൽ ജോലി ചെയ്യുന്ന ജോൺ ജോസഫിന്റെ നാടാണ് പള്ളാത്തുരുത്തി. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഞാൻ SPTയിൽ ഒരു 2 വർഷമേ ജോലി ചെയ്തിരുന്നുള്ളൂ. ആ സമയത്ത് വളരെ ആക്റ്റീവായ ഒരു ക്ലബ്ബ് നമുക്കുണ്ടായിരുന്നു. അന്ന് പലപ്പോഴും ഈ ശിവൻ സാറിന്റെ നേതൃത്വത്തിൽ കവിയരങ്ങം, പിന്നെ ആ ക്ലബിന്റെ അങ്കണത്തിൽ ഒരുപാട് കവികൾ വന്ന് അവരുമായിട്ട് സംവാദം, സച്ചിദാനന്ദൻ, വിനയ് ചന്ദ്രൻ, മലയേന്ദ്രൻ ചുള്ളിക്കാട്, കടമരേട്ട, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഏകദേശം 10-40 വർഷമായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പ്രഭാഷണമായിരുന്നു. പലരും പറഞ്ഞ പോലെ 2 മണിക്കൂറായെന്ന് തോന്നിയിട്ടേ ഇല്ല. താങ്കൾ പറഞ്ഞു ഇത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരിക്കലും അല്ല. ഇനിയും 2-3 മണിക്കൂർ കേൾക്കാനും നമ്മളൊക്കെ തയ്യാറായിരുന്നു. ഈ പല പാട്ടുകളെ കുറിച്ച്
ഞങ്ങൾ മറ്റു പലരും പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ പുറകിൽ എവിടുന്നാണ് ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് അറിയാതെ ആണ് ഈ പാട്ട് ആസ്വദിച്ചത്. അപ്പൊ ഇപ്പോ ഇനിയും കുറെ കൂടെ അത് ആസ്വദിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു മാന്ത്രിക ചെപ്പാണ് താങ്കൾ ഇന്ന് തുറന്നു തന്നത്. ഈ പാട്ടുകളെല്ലാം നമ്മുടെ ചെറുപ്പകാലത്ത് ഒരുപാട് കേട്ട് പാട്ടുകളാണ്. അപ്പോ അത് ഓരോന്നും അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും താങ്കൾ അത് പാടി കേൾക്കുമ്പോഴും മനസ്സിന് ഒരുപാട് സ്പർശിച്ചു. ഒരു സമയത്ത് എനിക്കും എന്നെ ഭാര്യയ്ക്കും വീഡിയോ ഓഫ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ കണ്ണു നിറയുന്നത് എല്ലാവരും കാണുമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് പ്രധാന വിജയന് താങ്കളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല. തീർച്ചയായിട്ടും ഇനി ഒരു അവസരത്തിൽ ഇതുപോലെ താങ്കളുമായി സംസാരിക്കുന്ന ഒരു അവസരത്തിന് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. താങ്കൾക്കും ഇത് ഓർഗനൈസ് ചെയ്ത ഇതിന്റെ ഓർഗനൈസേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. സംസാരിച്ച ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം 2 വർഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബാങ്ക് വിട്ട് അദ്ദേഹം LIC പോയി. നമുക്കെല്ലാം അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരാളാണ്. LICയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം അടുത്ത കാലത്ത് റിട്ടയർ ചെയ്തതാണ്. മലയാളികൾ വളരെ അപൂർവമാണ് ആ സ്ഥലത്ത് വരാറുള്ളത്. മലയാളിയായ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. സന്തോഷം. ദേവപ്രസാദ് സാർ പറഞ്ഞ പോലെ SPT കുറെ സാംസ്കാരിക പരിപാടികൾ ചെയ്തിരുന്നു. അവസാനം ആ ബാങ്ക് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കുറെ പ്രസിദ്ധീകരണമായിട്ട് എടുത്തു. കുറെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. SBT പോയതൊരു വലിയ നഷ്ടമാണ്. കാരണം നമുക്ക് ആ സാംസ്കാരിക മണ്ഡലം ബാങ്കിങ് മേഖലയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതൊരു വലിയ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആരും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണം. ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് നേരിട്ട് കാണണം. ഇതെല്ലാം കോവിഡൊക്കെ മാറിയിട്ട് ട്രിവാൻഡ്രത്ത് വരിക. വരുമ്പോ ഞങ്ങളെ കാണണം. ഓക്കെ, എല്ലാവർക്കും ആൾക്കാരൊക്കെ അവിടെ നിൽക്കണേ, പോകല്ലേ? ഓക്കെ, ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച് ദേവപ്രസാദ് സാർ. യെസ്. മോഹൻദാസേ, നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രോഗ്രാമുകള് ചർച്ച പരിപാടികൾ ഇതോടെ അവസാനിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഓണത്തിന്റെ അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ശ്രീരഞ്ജിനി കുടുംബാംഗങ്ങളുടെ ഒരു വെർച്വൽ മീറ്റിംഗ്, ഒരു ഓണ കൂട്ടായ്മ വേണം എന്ന് പറയുന്നുണ്ട്. എന്ന് വേണം എന്ന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. വൈകുന്നേരം കുറെ ഓണപ്പാട്ടുകളൊക്കെ പാടി ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓണവുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്യണം എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ ശ്രീരഞ്ജിനിന്റെ ഒഫീഷ്യൽ വാട്സാപ്പിൽ വഴി അറിയിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന്. പിന്നെ എല്ലാവർക്കും നാളെ കഴിഞ്ഞാൽ ഓണമാണ്. എല്ലാവർക്കും ശ്രീരഞ്ജിനിയുടെ പേരിൽ ഓണാശംസകൾ നേരുന്നു. ഉള്ളതുപോലെ കണ്ട് ഉള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടൊക്കെ ഓണം ആഘോഷിക്കുക, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഇൻഫർമേഷൻ പറഞ്ഞോട്ടെ ശിവചേട്ടാ? പറഞ്ഞോ. ഞാൻ ഇപ്പോഴൊന്ന് TV ഇട്ട് നോക്കി. അപ്പൊ അൺലോക്ക് 4 അതിന്റെ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതില് പബ്ലിക് ഫങ്ഷൻസ് 100 പേര് വരെ പങ്കെടുക്കാം എന്നുള്ളത് വന്നിട്ടുണ്ട്. ഫർദർ ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഓപ്പൺ എയറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പരിപാടികളൊക്കെ നടത്താനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നു. 100 പേർക്ക് വരെ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അത് പല ഡേറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 7 മുതലുണ്ട്, സെപ്റ്റംബർ 21 മുതലുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ വരുന്നു. എല്ലാം പ്രായമുള്ള ആൾക്കാരാണ്. അതെ, കോഡ് പിടിച്ച് പോകേണ്ട കാര്യമില്ല, കുറച്ച് കഴിയട്ടെ. വെളിയിലായി പോവുകയും ചെയ്തു. ആ സ്ഥലത്തുമില്ല, പ്രായം കുറഞ്ഞൊരൊന്നും സ്ഥലത്തുമില്ല. അപ്പൊ ഞങ്ങളോട് വരട്ടെ. അല്ല, ഇവിടെ ഇതൊക്കെ തുടങ്ങുന്ന പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഓസ്ട്രേലിയ നടന്നിങ്ങ് പോരും. എവിടെ താമസിക്കുന്നത്? ബോംബെ തന്നെയാണോ? നിങ്ങള് എത്രയും പെട്ടെന്ന് അടുത്ത വണ്ടി വിളിച്ചു പോലെ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. എല്ലാരും അൺമ്യൂട്ട് ചെയ്തല്ലോ. വേണോ എത്രയും പെട്ടെന്ന് അടുത്ത വണ്ടി